السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة المائدة 36. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم. يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم. ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ നിലക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ മാഇദയിലെ 36-ാമത് ആയത്താണ് നമുക്കിന്ന് അവിടുന്നാണ് തുടങ്ങുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم. إن الذين كفروا, തീർച്ചയായിട്ടും സത്യനിഷേധികളായ ആളുകൾ, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമിഅ, ഭൂമിയിലുള്ള മുഴുവനും അവരുടെ അധീനത്തിലായി, വമിസ്ലഹു മഅഹു, അത്ര വേറെയും, ഭൂമിയിലുള്ളത് മുഴുവനും ഭൂലോകത്തുള്ളത് മുഴുവനും ഒരാളെ അധീനതയിലുണ്ട്, തത്തുല്യമായത് അത്ര തന്നെ വേറെയുണ്ട്. അങ്ങനെയാണെങ്കിൽ
ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കണ്ടത് മുഴുവനും ഒരു പ്രാശ്ചിത്തമായിട്ട് അവന് നൽകും. പക്ഷേ മാ തുഖബ്ബില മിൻഹും, ഒരിക്കലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വലഹും അദാബുൻ അലീം, അവനിക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. നോക്കൂ, വളരെ ഗൗരവമുള്ളൊരായത്താണത്. ഒരാളെ കൈവശം ദുന്യാവിലുള്ള സർവം, നമ്മൾ ദുന്യാവ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മളിപ്പോ 100 ഏക്കറ 200 ഏക്കറ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമാണല്ലോ. എന്നാൽ ദുന്യാവ് എന്നാണ് അള്ളാഹു പറയുന്നത്, ഭൂമി എന്നല്ല. ദുന്യാവ് എന്നൊക്കെ പറഞ്ഞാൽ അതിലെല്ലാം വെട്ടും. അത് മുഴുവനും ഒരാൾ അധീനതയിലുണ്ട്. അത്ര തന്നെ വേറെയുണ്ട്, സങ്കല്പിക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ അത് മുഴുവനും പകരമായി നൽകാൻ കൊതിക്കുമാര്. വിശ്വാസമില്ലാത്ത ഒരാള് നാളെ പരലോകത്ത് പ്രയാസപ്പെടുമ്പോൾ വേദനാജനകമായ റബ്ബിന്റെ ശിക്ഷ കാണുമ്പോൾ ഓന് തോന്നും, ഇത് മുഴുവനും പകരമായിട്ട് നൽകിയിട്ട് തനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഒരാൾക്ക് അള്ളാഹു സ്വീകരിക്കൂല. അതായത് കൈക്കൂലി സംവിധാനങ്ങളൊന്നും, നമ്മൾ ചില വീഴ്ചകളൊക്കെ വന്നാൽ നമുക്ക് ചില പ്രായശ്ചിത്തങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഉംറക്ക് പോവാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ഇഹ്റാം ചെയ്തു. എയർപോർട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, എന്തായാലും പോക്ക് നടക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇഹ്റാം ചെയ്തു. ബോഡി പാസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. ചുരുക്കം പറയാം, പോകാൻ പറ്റില്ല, യാത്ര പോകാൻ പറ്റില്ല, നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രായശ്ചിത്തം ചെയ്യണം. അറിവ് നിർബന്ധം. അതാണ് ബോഡി പാസൊക്കെ കിട്ടി പോക്ക് ഉറപ്പായിട്ട് എന്തേ ഉള്ളൂ, ഇഹ്റാമിൽ കിടക്കുള്ളൂ. അവിടെ ഫിദാ ആണ്. ഇനി അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ ഒരു വീഴ്ച ഒന്നുമല്ല, എന്നാലും അത് പരിഹരിക്കപ്പെടാനുള്ളൊരു മാർഗമാണ്. അത് അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അറിയിക്കാൻ വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അൽ ബഖറ സൂറത്തിൽ അതിനെ പറ്റി പറയുന്നു. ഈ വേറെ ചിലണ്ട് നമ്മളെ തെറ്റുകൾ വന്നാൽ അതിന് പ്രായശ്ചിത്തായിട്ട് ഇന്നൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇതുപോലെ നാളെ റബ്ബിന്റെ മുന്നിൽ അതൊക്കെ ഇവിടുന്ന് തിരുത്തിയിട്ട് നമ്മൾ പോകണം. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു നിലക്കും നോക്കൂ അവിടെ രക്ഷപ്പെടാൻ കഴിയൂല. അപ്പോ അള്ളാഹു താല പറയാണ്, ദുന്യാവിലുള്ളത് മുഴുവനും തത്തുല്യമായത് വീണ്ടും ഒരാളെ കയ്യിലുണ്ടായിട്ട് അത് മുഴുവനും അവന് പ്രായശ്ചിത്തമായിട്ട് നൽകുകയാണെങ്കിൽ നമ്മൾ ദണ്ഡം നൽകുക എന്നൊക്കെ പറയും. എന്നാൽ പോലും അത് സ്വീകരിക്കപ്പെടൂല, അവനിക്ക് ശക്തമായ അതാവുണ്ട് എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ കരുതുന്നറിയോ, ഉസ്താദെ അത് ഇന്നല്ലദീന കഫറു എന്നല്ലേ പറഞ്ഞത്. നമ്മളിപ്പോ എന്തായിരുന്നാലും ആ കൂട്ടത്തിലല്ലല്ലോ. തീർച്ചയായിട്ടും സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മളിപ്പോ സത്യനിഷേധികളല്ലല്ലോ, നമ്മൾ മുഅ്മിനീങ്ങളാണല്ലോ. അപ്പൊ നമ്മക്ക് ഇങ്ങനെ ഒരു ഗതി വരൂലല്ലോ. അല്ല, മുഅ്മിനീങ്ങൾക്കും വരും. അതായത് നമ്മൾ ചെയ്ത തെറ്റുകളെ അല്ലാഹു തആല നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈമാനുണ്ട്. പക്ഷെ നമ്മളെ ദോഷങ്ങൾ പഠിച്ചാൽ പുറത്തു തന്നിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മളെ തെറ്റുകൾ പുറത്തു തരാന്നുള്ള അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല. അവന്റെ മഹളായ ഫضل കൊണ്ട് കിട്ടണം. അവകാശമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവകാശമല്ല. നമ്മളെ അവകാശമാണെങ്കിൽ അള്ളാഹിന്റെ ബാധ്യത ആവും. ബാധ്യത ആവുമ്പോൾ എന്തായാലും നിറവേറ്റിയേ മതിയാവും. ഔദാര്യാണ്. കിട്ടിയാ കിട്ടി, കിട്ടും. അള്ളാഹു തആല തരും. അത് വലിയ പ്രതീക്ഷ പഠിച്ചാൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അതിന് വേണ്ട നിബന്ധനകൾ നമ്മൾ ഒത്ത രൂപത്തിൽ തൗബ ചെയ്താൽ മതി. എന്നാൽ അൽഹംദുലില്ലാഹ് ഈ പറയപ്പെട്ട ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതിപ്പോ നമ്മളിങ്ങനെ അർത്ഥം വെച്ചിങ്ങനെ പോകുമ്പോ അതിന്റെ ഒന്നും ഗൗരവം നമ്മൾ മനസ്സിലാക്കണില്ല. അവിടെ കുടുങ്ങുന്നത് നമുക്ക് ഇവിടെ ചിന്തയല്ല. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഖുർആനിൽ പറയുന്നൊരു ഉദാഹരണം തന്നെ ഉണ്ട്. അൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്. പണ്ട് യമനികൾ, അവിടെയാണ് ആ വിഷയം പറയുന്നത്. പണ്ട് യമനികൾ അവര് ഹജ്ജിന് വേണ്ടി വരുമ്പോ ഭക്ഷണം ഒന്നും കരുതൂല. അവര് പറയുന്നത് അറിയോ, അതൊക്കെ തവക്കുലാക്കിയാൽ മതിയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യും, പിന്നെ യാതൊരു അറേഞ്ച്മെന്റും ഉണ്ടാവില്ല.
ഒരു വരും. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ നമുക്ക് പല സൗകര്യങ്ങളുണ്ട്. ഒരു 25 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. അത്ര തന്നെ പോകണമെന്നൊന്നുമില്ല. ഒരു ഹജ്ജിനൊക്കെ പോവുകയാണെങ്കിൽ അവര് കുറേ കൊണ്ടുപോകും, ചെറിയ അരി കുറേ കൊണ്ടുപോകും, ചിലർ കൊണ്ട് അടുപ്പ് വരെ കൊണ്ടുവരും. ഇത് അതിനൊന്നും ആവശ്യമില്ല, സൗകര്യങ്ങളാണ്. നമുക്കെല്ലാം പൈസ കെട്ടി അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആദ്യകാലത്തൊക്കെ തന്നെ ഒട്ടകപ്പുറത്ത് വരണം, നടന്നു വരണം. വലിയ ബാണ്ടുണ്ടാവും, ഭക്ഷണം, റൊട്ടി, കാര്യങ്ങൾ ഇതൊക്കെ കരുതും. യമനികൾ എന്ത് ചെയ്യുന്നറിയോ? ഒന്നും കരുതൂല. ഓനെന്താ പറയാ, നബിന്റെ കാലത്ത് അത് തവക്കുലാക്കിയാൽ മതിയല്ലോ പറയും. അള്ളാഹു തആല അതിനോട് മറുപടി കൊടുക്കുന്നുണ്ട്, അങ്ങനെ തവക്കുലാക്കണ്ട. എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? പിന്നെ ഭക്ഷണാദി കാര്യങ്ങളെ എന്ത് ചെയ്യണം? ഒരുക്കണം, സജ്ജീകരിക്കണം. അങ്ങനെ തന്നെ പോയാൽ. കാരണം ഇവരെന്ത് ചെയ്യും? മക്കത്ത് വരും, എന്നിട്ട് വന്നിട്ട് ഇവര് കണ്ടോലൊക്കെ ഇറക്കും. അവിടൊക്കെ ചോദിക്കും, ഞങ്ങള് ഭക്ഷണത്തിന് എന്തെങ്കിലും തരുമോ? അപ്പൊ അത് തവക്കുലല്ലേ? അത് തവക്കുലല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുക്കങ്ങളും കാര്യങ്ങളും അതിന് കഴിവുണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ളിടത്താണ്. കാരണം അങ്ങനെയുള്ള അത്ര ഉള്ളല്ലേ, അപ്പോഴാണ് നിർബന്ധമാകുന്നത്. അപ്പൊ നിങ്ങൾ ഇസ്സത്ത് പോകുന്ന രൂപത്തിൽ അവരെ ഇരക്കാൻ പാടില്ല, യാചിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല ആയത്തിലൂടെ പറയുന്നുണ്ട്. പിന്നെ പറ്റും തവക്കുലായിരിക്കും നിങ്ങള്. അത് ഇപ്പൊ നമുക്കൊന്നും അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്താത്തത് കൊണ്ടാണ് അത് അവിടെ പറയുന്നുണ്ട്. ഇപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിലെ മിഹ്റാബിന്റെ തൊട്ടടുത്തുള്ള റൂം, അതിലാണ് മറിയം ബീവി ഉള്ളത്. അത് ആലി ഇമ്രാനിലാണ് പറയുന്നുണ്ട്. മറിയം ബീവിയുടെ അരികെ ചെല്ലുമ്പോൾ സാധാരണ ശൈത്യകാലത്തില്ലാത്ത പഴങ്ങൾ അവിടെ കാണാം. ഉഷ്ണകാലത്ത് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പഴങ്ങൾ അവിടെ, നല്ല ഫ്രഷ് സാധനം. അപ്പോ സക്കരിയ നബി ചോദിച്ചില്ലേ, ഇത് എവിടുന്നാണ്? പറഞ്ഞു, ഇത് അള്ളാഹു നേരിട്ട് തന്നാണ്. അതില് സക്കരിയ നബിക്ക് ഈമാൻ കൂടി. ഈമാൻ ലേറ്റല്ല, സക്കരിയ നബിക്ക് 120 വയസ്സാണ്. അപ്പോട്ടോ 120 വയസ്സുള്ള സക്കരിയ നബി അവിടുന്ന് മറിയം ബീവിന്റെ അവിടുന്ന് ഇങ്ങനെ നേരെ പോന്നിട്ട് വരുന്നാണ് ഏത് ആലി ഇമ്രാനിൽ പറയുന്നുണ്ട്, പഠിച്ചോനെ മറിയമ്മിന് നേരെ ഭക്ഷണം കൊടുത്തല്ലോ, അങ്ങനത്തെ എനിക്കൊരു കുട്ടീനെ തന്നൂടെ? കുട്ടികളില്ലല്ലോ, അവർക്ക് കുട്ടികളില്ല. സക്കരിയ നബി കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിന് 120 വയസ്സും അദ്ദേഹത്തിന്റെ ഭാര്യക്ക് 99 വയസ്സുമായിട്ട്. അന്നത്തെ വൈദ്യന്മാർ അവള് പ്രസവിക്കൂല വരുമെന്ന് പറഞ്ഞാണ്. അങ്ങനത്തെ സക്കരിയ നബി ദ്വാരക്കാണ്, പഠിച്ചോനെ മറിയമ്മിന് നേരെ ഭക്ഷണം കൊടുത്തല്ല, അപ്പൊ എനിക്ക് കഴിയാത്തതായിട്ടൊരു സംഗതിയില്ല, എനിക്കൊരു കുട്ടീനെ എനിക്ക് തന്നൂടെ വയസ്സായെങ്കിലും. ആ ദ്വാ കഴിഞ്ഞ ഉടനെയാണ് ജിബ്രീൽ അന്ന് മലക്ക് വന്നിട്ട്, ഇത് അങ്ങക്ക് യഹ്യ എന്ന് പറഞ്ഞൊരു കുട്ടിനെ അള്ളാഹ് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, കുട്ടിയുടെ പോവാണ്. അതിൽ മൂപ്പര് ആകാങ്കലാക്കുലായി. 120 വയസ്സിലൊരു കുട്ടി വെച്ചു, എത്ര വയസ്സായില്ലാണ്. അപ്പോൾ കാര്യം അങ്ങനെ തന്നെയാണ്, പക്ഷെ അള്ളാഹ്ക്കിന് കഴിയും. അങ്ങനെ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ അള്ളാഹു തആല പ്രവാചകത്വ വട്ടം കൊടുത്ത ഒരു പ്രവാചകനാണ് യഹ്യ നബി അലൈഹി സ്വലാം. കുട്ടികൾ മൈതാനിയിൽ കളിക്കുമ്പോൾ അതുവഴി ഒരാൾ പോകുമ്പോൾ ആ കളിയിലൊന്നും പെടാതെ യഹ്യ എന്ന് പറഞ്ഞ കുട്ടി മാറി നിന്നപ്പോൾ ആ കുട്ടിനോട് ഇയാൾ ചോദിച്ചു, എന്താ മോനെ നിനക്ക് കളിക്കേണ്ട വിഷയം? കുട്ടിയൊക്കെ അനുവദിക്കപ്പെട്ടാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതാണല്ലോ. പക്ഷെ ഈ കുട്ടി പറഞ്ഞത് മാലില്ലാബി ഹുലിഖ്തുന്ന, എന്നെ കളിക്ക് വേണ്ടി പടക്കപ്പെട്ടല്ല. അതിന് ചോദ്യകർത്താവിന് മനസ്സിലായി ഇതൊരു സാധാ കുട്ടിയല്ല എന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു തആല കൊടുത്തിരുന്നു. എന്തായിരുന്നാലും ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, അപ്പോ യമനികൾ ഭക്ഷണമൊന്നും കരുതാതെ പോലെ വന്നപ്പോ അള്ളാഹു പറഞ്ഞു, അല്ല നിങ്ങൾ ഭക്ഷണം അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഹജ്ജ് ഉംറയും മാത്രമല്ല, ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ അതിന് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. നമ്മൾ ഇടയിൽ അവിടെ കുടുങ്ങ വൈകുക ഒക്കെ ചെയ്താൽ അപ്പം അതിനുള്ള സംഗതികളൊക്കെ നമ്മളെടുത്തത് അത് ഒരുക്കണം എന്നുള്ളതാണ്. അവിടെ പറയുന്ന ഒരു കാര്യം എന്താ അറിയങ്ങൾ, സഫറുൻ മിനദ്ദുനിയ, സഫറുൻ ഇലദ്ദുനിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്. ഒരു യാത്ര നമ്മൾ ദുന്യാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയാണ്. ഒരു യാത്ര ദുന്യാവിൽ നിന്നുള്ള യാത്രയാണ്. ഇങ്ങോട്ട് പറയുന്നത് അതാണ്. ആ വിഷയം പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറയുന്നത് പിന്നെ വസാദു തഖ്വ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഭക്ഷണത്തിലുള്ളൊക്കെ ഒരുക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് യമനികളുടെ കാരണത്താൽ അള്ളാഹു നമ്മളോട് മൊത്തത്തിൽ പറഞ്ഞിട്ട് പിന്നെ പറയാണ് തഖ്വയുടെ ഭക്ഷണം കേട്ടോ ഏറ്റവും നല്ല ഭക്ഷണം. അങ്ങനെ പറയാൻ കാരണം എന്താ? അതായത് ദുന്യാവിൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ സാധാ ഭക്ഷണത്തിനും കാര്യത്തിനൊക്കെ ഉള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. എന്നാൽ ദുന്യാവുന്നൊരു യാത്ര ഉണ്ട് അള്ളാഹുവിലേക്ക്.
അതിനുള്ള ഭക്ഷണം കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാ തഖ്വന്റെ ഭക്ഷണം. അതാണ് ഏത്? അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര പോകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ്. ഒരു 4 ദിവസം മുമ്പ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പരിചയമുള്ള ഒരാൾ, എൻ്റെ നാട്ടിൽ തന്നെ മൂപ്പരങ്ങൻ നടന്നുകൊണ്ട് അപ്പൻ്റെ വണ്ടിയിലുള്ള മറ്റയാളോട് ഒന്ന് ഓണടിക്കുകയായിരുന്നു. മൂപ്പരൊന്ന് നോക്കാൻ വേണ്ടി, ഒന്നുമല്ല പരിചയക്കാരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാട്ടാനാണ്. അവരോട് അങ്ങനെ കാട്ടുകയും ചെയ്തു. ഇന്നലെ രാത്രി അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ ഇപ്പോൾ ഞാൻ രാത്രി ക്ലാസ് കഴിഞ്ഞാൽ മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മയ്യത്തിന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, അന്ന് കുറച്ചേരം വണ്ടി നിർത്തി വർത്താനം പറയണോ തോന്നി. മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ചു. ഇവിടെ നമ്മളൊരു ഉംറക്കോ ഒരു ഹജ്ജിനോ ഒക്കെ നമ്മൾ പിന്നെ അതിന് ഒരുങ്ങുകയാണെങ്കിൽ നമ്മൾ എത്ര നേരത്തെ തുടങ്ങും അതിൻ്റെ ഒരുക്കങ്ങളില്ലേ? അങ്ങനെ തന്നെ വേണ്ട. എന്നാൽ ഏത് സമയവും സഫറും മിനദ്ദുന്യ, ദുന്യാവിൽ നിന്നുള്ള ഒരു യാത്ര ഉണ്ട്. ആ യാത്രയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ആ യാത്രയിലാണ്. അത് ഏത് സമയത്ത് നമ്മൾ പോകേണ്ടി വരും. അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടക്കം, അപ്പോഴേക്കുള്ള അറേഞ്ച്മെന്റ്, അവിടെയാണ് പ്രശ്നം. ബാക്കിയൊക്കെ എങ്ങനെയാലും നടന്നോളും. നമ്മൾ കരുതിയ മാറ്റൊന്നല്ല വരിക. അതിനൊക്കെ പല വഴികളുണ്ടാവും. പക്ഷേ നമ്മൾ ഇവിടെ നിന്നാണ് വിട പറഞ്ഞാൽ ഒരു വഴിയില്ല. നമ്മളടുത്ത് അമലുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചില്ല. വേറുള്ളവർ ചെയ്താൽ കിട്ടും, ഉറപ്പില്ലല്ലോ. ഇനി ചെയ്യേണ്ട പോലൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തന്നെ എത്ര കാലം ഉണ്ടാവും, ഇതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് പാസ് മാർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിടണം. സിറാത്ത് പാലം കടക്കാൻ ആവശ്യമായത് നമ്മൾ അക്കൗണ്ടിൽ വേണം. അതാണ് സഫറും മിനദ്ദുനിയ. അതിനേക്കുള്ള ആ ഒരുക്കം വേണമെന്ന് പറയാൻ കാരണം അതാണ്. ആ ഒരുക്കം നമുക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ ഈ സത്യനിഷേധികളായ ആളുകൾ എങ്ങനെയാണോ കൊതിക്കുക അതേപോലെ നമ്മളും കൊതിക്കും. ഈമാനുണ്ടെങ്കിൽ. അതിനെപ്പറ്റി ഖുർആൻ മറ്റൊരു ആയത്തിൽ പറയുന്നത് എങ്ങനെ? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഈ വമൻ ഫിൽ അർളി ജമീഅ സുമ്മ യുൻജീ. ഇതിനോട് അതാണ് ചേർത്തി പറഞ്ഞത്. ഇവിടെ സത്യനിഷേധികളെ പറ്റി പറഞ്ഞത്. അവിടെ പറയുന്നതോ യവദ്ദുൽ മുജ്രിമു, കുറ്റവാളി കൊതിക്കും. ഈ മുജ്രിം ആരാണ്? കുറ്റവാളി എന്ന് പറഞ്ഞാല് അതിൽ വെറും കാഫിർ മാത്രമേ പെടുള്ളൂ അല്ല. കുറ്റവാളി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത ആള്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചിലതൊക്കെ നിർബന്ധീകാരം, ചിലത് നമുക്ക് സുന്നത്തേകാരം, ചിലത് ഹറാമേകാരം. പാടില്ല എന്ന് പറഞ്ഞത്, ചിലത് അരുത് എന്ന് പറഞ്ഞത് പിന്നെ ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉപേക്ഷിക്കലേക്കാരം നല്ലത്, അതായത് കറാഹത്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരായി? കുറ്റവാളിയായി. അങ്ങനത്തെ ഒരു കുറ്റവാളിക്ക് അള്ളാഹു താല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, ഓന് ഈമാൻ ഉണ്ടെങ്കിൽ പോലും ഓന് പുറത്തു കൊടുത്തില്ലെങ്കിൽ ഓന്റെ അവസ്ഥ എന്തേക്കാരം? ഓൻ കൊതിക്കും. എന്ത്? ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ ദുന്യാവും പിന്നെ അത്രയും ആണ് കൊടുത്തിട്ടാണെങ്കിലും ഒന്ന് കഴിച്ചില്ലായെങ്കിൽ നടക്കൂല മോനെ, സ്വീകരിക്കൂല. അവിടെ പറയുന്നതോ കുറ്റവാളി കൊതിക്കും. എന്ത്? ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി. പടച്ചോനെ, ഇന്നത്തെ ദിവസത്തെ ഈ ശിക്ഷക്ക് എന്റെ മകനെ കൊടുത്തിട്ട് എനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തറിയോ? വാപ്പ നമ്മളോട് തെറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. വാപ്പ പറയാണ്, മോനെ ഇജ്ജ് പോയിട്ട് കുറച്ച് കള്ള് കൊണ്ടുവാ എന്ന് മകനോട് പറയുമ്പോ വാപ്പല്ലേ പറയണ്ട് കേൾക്കാക്കാൻ പറ്റുമോ എന്ന് പറയണ്ട. കാരണം എന്താ? ഈ വാപ്പ നാളെ പരലോകത്ത് കൊടുങ്ങുമ്പോ റബ്ബേ എന്റെ മകനെ ചെടുത്തോ ഇന്നൊന്ന് കഴിച്ചിലാക്കെന്ന് പറയുന്നതാണ് ആയത്ത് പറയുന്നത്. ഇനി മകനെ മാത്രല്ല, അവിടെ വേറൊന്ന് പറഞ്ഞെന്താ അറിയോ? വസാഹിബതിഹി. ഇപ്പൊ നമ്മളെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാ മേഖലകളിലും നൽകുന്ന വലിയ പങ്കുകളാണ് നമ്മളെ ഭാര്യമാര്. അതൊക്കെ വലിയ പങ്കുണ്ട്. നമ്മളെ തളർത്താനും അവർക്ക് കഴിയും, നമ്മളെ ഉണർത്താനും അവർക്ക് കഴിയും, അല്ലേ? നമുക്ക് പിന്നെ ആത്മധൈര്യം നൽകുന്നത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരാണ്. എന്നാൽ നാളെ കുടുങ്ങിയാല് അവരെ എടുത്തോ റബ്ബേ എന്തെങ്കിലും ചെയ്തോ ഇന്നൊന്ന് കഴിച്ചിലാക്കി എന്ന് പറയുന്നതാണ്. അതാണ് ഇണകൾ പരസ്പരം തെറ്റിലേക്ക് പ്രേരിപ്പിച്ചാൽ അതിനൊന്നും കൂടി കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം. അക്കം ഇവിടുന്നേ നടക്കുള്ളൂ, അത് ഇവിടുന്നേ നടക്കുള്ളൂ. ഭർത്താവ് പറയാണ് ഭാര്യനോട്, നമുക്ക് അവിടെ പോവാജിന്റെ ഒപ്പം പോന്നോ, പക്ഷെ പർദ്ദർക്കരുത്. തലയിൽ ആ മൂടിക്കട്ടലുണ്ടല്ലോ, എനിക്ക് കണ്ടുകൂടാ. കാറ്റും വെളിച്ചൊക്കെ നല്ല ഉള്ളിലേക്ക് കയറണം. അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം.
തലയിൽ ഒരിക്കലും തട്ടിടരുത്. തോളിക്കൂടി ഇട്ടോ, അല്ലെങ്കിൽ മഫ്ത എന്തായിരുന്നാലും ഒഴിവാക്കണം. ഇനി മഫ്തട്ടാ തന്നെ കുത്തരുത് എന്നൊക്കെ പറയാം. പിന്നെ എങ്ങനെ കീഞ്ഞോളും മാഞ്ഞാളം. അപ്പൊ ഓള് പറയാം, പുതിയാപ്പിള പറയുമ്പോ ഇപ്പൊ എങ്ങനെ കേക്കാക്കുക വേണ്ട. നാളെ അയാൾ കുടുങ്ങുമ്പോഴേ പടച്ചോനെ എന്റെ സ്വാഹിബത്തിനെ എന്റെ സഹധർമ്മിണിയെ എടുത്തോ ഇന്നൊന്ന് കഴിച്ചിലാക്കുക. നമ്മളെ കണ്ടല്ലോ, പിന്നെ എന്റെ കുടുംബാണ് ഓൻ പറയുമ്പോ ഇപ്പൊ എങ്ങനെ സഹായിക്കാതിരിക്കുക എന്നാണ് ഓൻ പറയേണ്ട. എന്താണ്, കല്യാണത്തിന്റെ തലേന്ന് ഗാനമേള നടത്തണം, അതിന് കാസർഗോഡ് നിന്നൊരു ടീമിനെ കൊണ്ടുവരണം, അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് പാടാനാണ്, അതിന്റെ ചെലവ് ചെറുക്കണം എന്നാ പറയുന്നത്. എങ്ങനെ പോകാൻ പറയാക്കാം. അപ്പൊ എന്താ ഖുർആൻ പറയണ്ട, എന്താ ഓൻ നാളെ കുടുങ്ങുമ്പോ എന്താ അറിയോ, തനിക്ക് ദുന്യാവിൽ നിന്ന് അഭയം നൽകിയിരുന്നവർ, പല നിലക്കും തന്നെ സഹായിച്ചവർ ഓലിച്ചെടുത്തോ ഇന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന്. പിന്നെ അവസാനം അവനൊരു വർത്താനുണ്ട്, ഭൂമിയിലുള്ള സർവവും നൽകിയിട്ട് എനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്നോ കൊതിക്കും. അല്ലാഹു പറയാണ്, കല്ലാ, വേണ്ട, ഇല്ല മോനെ, അങ്ങനെ ഒരിക്കലും സാധിക്കൂല. ആ കൊതിയൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ അനുഭവിച്ചോ എന്ന് പറയുന്ന. അപ്പൊ കുറ്റവാളികൾ അവിടെ ആരും പെട്ടു, നമ്മളെല്ലാവരും അതിൽപ്പെടും. അതാണ് നമ്മളൊക്കെ വലിയ ജാഗ്രത കാണിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും നല്ല ജാഗ്രത കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കേണ്ടി വരും, എത്ര ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ ആയത്തില് അല്ലാഹു തആല പറയാണ്, സത്യനിഷേധികൾ കൊതിക്കും ദുന്യാവിലുള്ളത് ഭൂമിയിലുള്ളത് മുഴുവനും. അതുപോലെ അത്ര തന്നെ വേറെയും തത്തുല്യമായതും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവര് പ്രാശ്ചിത്തം നൽകും, ഒരു പകരമായിട്ട് നൽകും. മിൻ അദാബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ മാ തുഖബ്ബില മിൻഹും, അവരിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കപ്പെടൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. എന്നിട്ട് പിന്നീട് അല്ലാഹു പറയാണ്, യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ, യുരീദൂന, അവർ ഉദ്ദേശിക്കും, അൻ യഖ്റുജൂ മിനന്നാർ, ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഉദ്ദേശിക്കും. പക്ഷേ വമാ ഹും ബിഖാരിജീന മിൻഹാ, ഒരിക്കലും അവർ അതിൽ നിന്ന് പുറത്തു കടക്കുകയില്ല. വലഹും അദാബും മുഖീം, അവർക്ക് നിത്യമായ അദാബാകുന്നു. അത് ഈ സത്യനിഷേധികളെ പറ്റിയാണ്. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങാനും നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ ഓരോരുത്തരും ചെയ്ത ആ തെറ്റുകളുടെ തോതനുസരിച്ചുള്ള ശിക്ഷ കഴിഞ്ഞാൽ അല്ലാഹു രക്ഷപ്പെടുത്തും, അല്ലാഹു രക്ഷപ്പെടുത്തും. അപ്പൊ നമ്മളിങ്ങനെ കരുതും, അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, രക്ഷപ്പെടല്ലോ. എവിടെ നമ്മളിപ്പോ ഈ ദുന്യാവിൽ എത്ര കാലം ജീവിക്കുന്നുണ്ട്, എന്നിട്ട് തന്നെ ഇപ്പൊ ഇനിയിപ്പോ ഒരു പുതിയ കണക്കെടുപ്പ് ഇതാ വരാൻ പോകുന്നു പറഞ്ഞപ്പോ അതിന് വേജാറാൻ തുടങ്ങി. ആധാർ മാത്രം മതിയാകോ, പാസ്പോർട്ട് മാത്രം മതിയാകോ, റേഷൻ കാർഡിൽ പേരുണ്ടായാൽ പോരെ. എന്തൊരു പേടി നമുക്കുണ്ടല്ലേ ആ വിഷയത്തില്. പേടി വേണം വേണ്ടെന്നല്ല, നീ അന്തം വിട്ട് കണ്ട് ഇവര് കണക്കെടുപ്പിന് വരുമ്പോ വാതിലുറക്കാതെ കണ്ട അല്ലേ, അതൊക്കെ പ്രശ്നം തന്നെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൗരത്വം നഷ്ടപ്പെടും കാര്യങ്ങൾ, അതിനെപ്പറ്റി നല്ല നല്ല ബേജാറുണ്ട്, നല്ല ബേജാറുണ്ട്. അപ്പൊ നിങ്ങൾ അതിനോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, മറ്റതിനെ പറ്റി നമുക്കൊരു ബേജാറിന് വരുന്നില്ല. കാലാകാലത്തെ ജീവിതത്തിൽ അവിടെ ഒരു പ്രയാസം വരുന്നത്, അവിടെ ലിസ്റ്റിന്ന് പേര് പോകുന്നത്, അത് പേടി വരുന്നില്ലല്ലോ. മുഖറബീങ്ങൾ പറഞ്ഞ വിഭാഗമുണ്ട്, അബ്റാറിങ്ങൾ വേറെ ഉണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന കാറ്റഗറി, ഓൽക്ക് എല്ലാ റെക്കോർഡും ക്ലിയർ ചെയ്യുക, ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽ പെടുന്നത്, ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽ പെടുന്നത്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വെള്ളിയുടെ ആവരണം പറയുന്നുണ്ട്, സ്വർണത്തിന്റെ ആവരണം പറയുന്നുണ്ട്. രണ്ടും സ്വർഗത്തിൽ ധരിപ്പിക്കപ്പെടുന്നു പറയുന്നുണ്ട്. അപ്പോ അവിടെ എന്താ അങ്ങനെ സ്വർണവും വെള്ളിയും, സ്വർണത്തിന്റെ കുറച്ച് താഴെയല്ലേ വെള്ളിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് മുഖറബീങ്ങൾക്ക് സ്വർണത്തിന്റെ ആവരണേക്കാരം, അബ്റാറിയങ്ങൾക്ക് വെള്ളിന്റെ ആവരണേക്കാരം. ആ കാറ്റഗറി അനുസരിച്ചാണ്, അതിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ എന്നാണ്. ശരിക്കും ആലോചിച്ചോ, കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം അന്ന് രാത്രി ക്ലാസ്സിന് ചെന്നപ്പോ ചായ കൊടുക്കുന്നുണ്ട്. അപ്പോ ഒരു ചെറുപ്പക്കാരൻ കുട്ടി, ഓന് ചായ കൊടുക്കാണ്ട് അവനാണ് കാളില്ല. പക്ഷെ ചായ എടുക്കാൻ വന്നപ്പോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു പോയി, അവന്റെ കയ്യുമ്പോ ഒരു ചങ്ങലുണ്ട്.
കയ്യുമൊരു ചങ്ങലുണ്ട്, കഴുത്തിലൊരു ചെയിനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുമ്പിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി ആ കുട്ടീനെ വിളിക്കണം എന്ന് കരുതിട്ടോ. അങ്ങനെ ഓൻ പിന്നെ ഓൻ്റെ ട്രയലുള്ള കഴിഞ്ഞാൽ അടുത്തെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഒരാൾ തോണ്ടി പറയേണ്ടത് ഊരിക്കളാറുണ്ട്. അതൊക്കെ സൂര്യൻ കിട്ടിയാൽ കേട്ടോ. അപ്പോൾ ഞാനത് കാണുന്നുണ്ട്. ഓനത് പിന്നെ ഊരികാണ്ട് വല്ലാണ്ട് ഊരികാണ്ട് പിന്നെ ഫാനിൻ്റെ പോക്കറ്റ് കണ്ടു. ഞാൻ വിളിച്ചു എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഞാൻ ഊരിൻ്റെ കണ്ടുകൊടുന്നുള്ള ആൾക്ക് അവനോട് പറഞ്ഞു, മോനെ അത് വേണ്ടടാ, ഞാൻ പരിപാടിയല്ലോ ഇടരുതിട്ടോ. കാരണം ഇപ്പം നിങ്ങളെ ആ രൂപത്തിൽ നിങ്ങൾ വലിയ ആക്സിഡൻറ്റിലൊക്കെ പെട്ടെന്ന് ആളിങ്ങനെ വന്ന് നോക്കിയാൽ പറയും ജാതി മറ്റാണ് തോന്നുന്നുണ്ട്, കയ്യുമൊരു ചെയിന് കൗത്തിലൊരു ചെയിന്, അത് വേണ്ട മോനെ, നമുക്ക് വേണ്ട, നമുക്കൊരു ഷിയാറുണ്ട്, നമുക്ക് ഷിയാറുണ്ട്, അതിനനുസരിച്ച് മതി. അപ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണേ. കാരണം അവിടെ നമുക്ക് സ്വർണത്തിൻ്റെ വള ഇൻഷാ അല്ലാഹ് കിട്ടും. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ കിട്ടും. പെണ്ണുങ്ങളിപ്പോൾ കരുതണ്ട നിങ്ങൾക്കൊക്കെ ബോറായിക്കാറ് ഉസ്താദാണ്. ആ കാലം ഇവിടെ ദുന്യാവിലെ ബോറുണ്ടാവുള്ള, അവിടെ ബോറൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ഓല് കൊടുക്കുമ്പോൾ കൈ കഴുകേണ്ടതിന് എന്തിനാ? ഈ മുട്ടുൾപ്പെടെ കഴുകേണ്ട എന്തിനാ? അതിൻ്റെ ഒരു ഹിക്മത്ത് എന്താ? സ്വർഗത്തിലെ വള ധരിക്കാനാണ്. വഹുല്ലൂ മിൻ അസാവിറ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ആഭരണം, അത് ഏറ്റവും അടുത്തവർക്ക് സ്വർണത്തിൻ്റെ വള ധരിപ്പിക്കപ്പെടും, ആണിനും പെണ്ണിനും. രണ്ടാം കാറ്റഗറിക്കാർക്കാണ് ഈ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എല്ലാത്തിനും ഓരോ ഹിക്മത്തുണ്ടാവും. മുൻകൈ നമ്മൾ ആദ്യം കഴുകുന്നത് അത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണ്, സ്വർഗീയ ആഹാരം കഴിക്കാനുള്ള ഒരുക്കാണത്. വായിൽ വെള്ളം കൊപ്പളിക്കുന്നത് എന്തിനാ വെച്ചാൽ റബ്ബിനോട് സംസാരിക്കാനുള്ള ഒരുക്കാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല. മുഖം കഴുകുന്നത് റബ്ബിനെ അഭിമുഖീകരിക്കാനാ. ആരെങ്കിലൊക്കെ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഒരു ഉറക്കിലാണെങ്കിൽ നമ്മൾ വേഗം എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി അല്ലേ, പെട്ടെന്ന് പോകും. നമ്മൾ ഒരാളേറ്റ് അഭിമുഖീകരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ റബ്ബിനെ അഭിമുഖീകരിക്കാനാണ് 5 നേരം നിസ്കാരത്തിനൊക്കെ നമ്മൾ ഓതു കൊടുക്കുന്നത്, മുഖം കഴുകുന്നത്. കൈ കഴുകുന്നതിനാണ്, മുൻകൈ നേരത്തെ കഴുകിയതാണ്. ഇവിടെ വള ധരിക്കാനാണ്, അതിനുള്ള ഒരുക്കാണ് അത്ര. നമ്മൾ തല തടയുന്നുണ്ട്, അത് കിരീടം ചൂടാനാണ്, നാളെ ഫർലോത്ത് വെച്ച്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെവി തടയുന്നുണ്ട്, റബ്ബിന്റെ സംസാരം കേൾക്കാനാണ്. കാല് കഴുകുന്നത് സ്വർഗത്തിലേക്ക് നടക്കാനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ചില കുട്ടികൾക്കൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ ഒരു ചിറ്റേ കറന്നായിട്ട് എന്തൊക്കെ കാട്ടേണ്ടതെന്നറിയില്ല. ഞമ്മക്കിനെ കാണുമ്പോൾ ഒരു ബേജാറാണ്. അങ്ങനത്തെ ഒരു കോലം, ഒരു നല്ല കോലത്തിലായാൽ മതി. നമുക്കൊരു ഷിയാറുണ്ടല്ലോ, നമ്മളെ ചിഹ്നങ്ങൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇപ്പോൾ വലിയ ചില ആളുകൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഓരോ മുടിയൊക്കെ ഉണ്ടാകും, നമുക്ക് തന്നെ ബേജാറാവും. തൊപ്പിയൊക്കെ ഇട്ടാണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടാ മുടി ഇങ്ങനെ ഉണ്ടാവും. ദ്വാക്കിന് യാത്രത്വം നൽകാൻ വരേണ്ട ആൾക്കാണ് ഇപ്പം അമ്മാതിരി മുടി. അപ്പോൾ പിന്നെ ഇപ്പം എങ്ങനെ കുട്ടികളോട് നമ്മൾ പറയാം? തങ്ങന്മാരെന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരാണല്ലേ അമ്മാതിരി മുടി അറിയങ്ങൾ. അതിനെങ്ങനെ ഇപ്പോൾ കുട്ടികളോട് പറയാം? എന്നൊക്കെ ഒരു കോലം ചെയ്യലും വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വിവരമില്ലാത്ത ആളുകൾ ഓരോന്ന് ചെയ്തു കൂട്ടും. അത് പിന്നെ ഉണ്ടല്ലോ, പിന്നെ തേനിൽ ഗുരുവായൂരപ്പനെ പറഞ്ഞിട്ട് വിധാനൊക്കെ പറയുന്നുണ്ട്. ആ തപ്പതിക്ക് പറഞ്ഞാല് അതന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സംഭവമുണ്ട്. മതേതരത്വം തെളിയിക്കാനും കട്ടി എന്തൊക്കെ ആവേശം കൊണ്ട് എന്തൊക്കെ പറയണ്ടറിയാത്താണ്. പക്ഷെ ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എത്ര എന്നുള്ളത് എന്ത് ചെയ്യൂല, മനസ്സിലാക്കൂല. അത് സംഭവിക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീർണത മൊത്തത്തിലുണ്ടല്ലോ. അതുപോലുള്ള ചില സംഗതികളാണ് നമ്മൾ കണ്ടറിഞ്ഞാൽ മതി. ഇതൊന്നിപ്പോ മുഴുവൻ നിൽക്കുന്ന പ്രതീക്ഷിക്കണ്ട. ഒരു വിഭാഗം എന്തായിരുന്നാലും പൈസന്റെ പറയണ്ട. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയാണ്, നരകത്തിൽ നിന്ന് അവർ പുറത്ത് കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ നോക്കൂ, അല്ലാഹു പറയാ കയ്യൂല. ആ രംഗം ഒന്ന് ആലോചിച്ചു. നമ്മളെ കൊണ്ട് ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ കഴിയൂല. നമ്മൾ ചിലപ്പോൾ അങ്ങനെ കരുതും, എന്നാലും ഒരു ഈമാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമല്ലോ. അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ പാട്ട് പാടിയതാണ്. ശരിയാ, പക്ഷെ ഒരു സെക്കൻഡ് പോലും നമുക്ക് സഹിക്കാൻ കഴിയൂല, ഒരിക്കലും സഹിക്കാൻ കഴിയൂല. അപ്പൊ അതിൽ പെടാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് വരാൻ പോകുന്ന എല്ലാവർക്കും അറിയാലോ. അപ്പോ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ അള്ളാഹുവോട് ചോദിക്കും അത്രേ, പടച്ചോനെ ഞങ്ങളൊന്ന് പുറത്ത് ചാടിക്കോന്ന്. അപ്പോ അള്ളാഹു തആല ഇവനോട് ചോദിക്കും അത്രേ, മലക്ക് മുഖേന ചോദിക്കും, എന്ത്
പിന്നെ ഭൂമി മുഴുവനും സ്വർണമുണ്ടായിരുന്നെങ്കിൽ ആ സ്വർണം തരാൻ തയ്യാറാകുമോന്ന് ചോദിക്കും. ഒരു ഹദീസിലാണ് ഭൂമി മുഴുവനും സ്വർണ്ണം ഉണ്ടെങ്കിൽ ലൗകാനലക മിൽഅൽ അർളി ദഹബൻ, ഭൂമി നിറച്ച് അനക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് തരാൻ തയ്യാറാകുമോ? അപ്പൊ ഇവന് വളരെ താന്നു പോന്ന് പറയാത്രേ, പഠിച്ചോനെ ഞാനത് മുഴുവൻ തരാൻ തയ്യാറാണ്. അപ്പൊ അള്ളാഹു ചോദിക്കത്രേ, എന്നാ പിന്നെ ഇതിലേറൊക്കെ വളരെ നിസ്സാരമായൊരു കാര്യം പ്രഖ്യാപിക്കാൻ ഞാൻ ദുനിയാവെന്ന് എന്നോട് പറഞ്ഞില്ലേ, അത് ജന്തേ പ്രഖ്യാപിക്കാതിരുന്നത്? അതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതൊന്നുമില്ലല്ലോ. ദുനിയാവ് മുഴുവൻ സ്വർണ്ണം ഉണ്ടായിട്ട് ആ സ്വർണ്ണക്കണ് കൊടുത്തിട്ടൊന്ന് കഴിച്ചിലാകാൻ ഒന്നും വേണ്ടില്ലായിരുന്നു മോനെ. ഒരൊറ്റ വാക്യച്ച് ദുനിയാവെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ശിർക്ക് ഒഴിവാക്കാൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വാക്യൊക്കെ അതിനെ തുടർന്ന് വരുമല്ലോ. അതുകൊണ്ട് അതിന് ദുനിയാവിൽ തയ്യാറായില്ല, അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറയും. അങ്ങനെ ഈ പറയപ്പെട്ട നരകാവകാശികൾ എല്ലാവരും നരകത്തിലെത്തി, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിലെത്തി. സ്വർഗത്തുനിന്ന് പിന്നെ മാറ്റല്ല, പുറത്താക്കൂല. നരകത്തില് അടിസ്ഥാന ഈമാനുള്ള ഓലെ അദാബ് കഴിഞ്ഞിട്ട് അള്ളാന്റെ കണക്ക് പ്രകാരം ഓലെ നരകത്തു നിന്ന് സ്വർഗത്തിലാക്കും. ഒക്കെ കഴിഞ്ഞാല് പിന്നീട് സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ ഒരു ചടങ്ങുണ്ട്. നിബിധങ്ങൾ പറയാണ്, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരും. അത് യഥാർത്ഥത്തിൽ ആരാ? ആട്ടിൻകുട്ടിയല്ല, അത് ആ ആട്, അതാണ് മൗത്ത്, കബിഷ് എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത്. അതായത് അത് മരണാണ്. മരണത്തെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അറക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇനി മരണം എന്ന ഒന്ന് ഉണ്ടാവില്ല. സ്വർഗത്തിലുള്ളവര് കാലാകാലം അവിടെ, നരകത്തിലുള്ളവര് കാലാകാലം നരകത്തിലും. ശരിക്കാലോചിക്കുക. അവിടെ എന്തേക്കും അങ്ങനെ ആടുകുട്ടിന്റെ രൂപത്തിൽ കൊടുത്ത് എന്താ അറിയാ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെന്താ കാരണം? ഈ ആടുംകുട്ടിയുടെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവന്ന് അതിന്റെ കാരണം എന്താ അറിയുന്നത്? ഇപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുവിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഏതാണ്? ആട്ടുംകുട്ടിയാണ്, ആടാണല്ലേ, ഒരാടിനെയാണ് പകരാർത്ഥം. അപ്പൊ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുട്ടിയെ പിന്നെ അറക്കാന്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അള്ളാന്റെ കൽപ്പന ലംഘിച്ച നരകം കിട്ടും. കുട്ടിനോട് ഭയങ്കര സ്നേഹം, അള്ളാനോട് സ്നേഹം, ഇലാഹിയായ ആ ഒരു സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. കാരണം അള്ളാഹ് നന്നുള്ള മകനോട് സ്നേഹമില്ലാത്തോണ്ടല്ല, പക്ഷെ അതിനെ മറികടക്കണമല്ലോ അള്ളാഹിനോടുള്ള ഇഷ്ടം. മാത്രമല്ല അതിന് ഭംഗം വന്നാല് പരലോകം നഷ്ടപ്പെടും. അപ്പോ റബ്ബിന്റെ കൽപ്പനല്ലേ കുട്ടീനെ ഇറക്കാൻ കൊണ്ടുപോയി. അപ്പൊ അള്ളാഹു താല ആ കുട്ടിയെ രക്ഷപ്പെടുത്താന് എന്ത് ചെയ്തു? ആടിനെ ഇറക്കി കൊടുത്തു. അതുവഴി ആ കുട്ടി മാത്രമല്ല, ഇസ്മായിലി പരമ്പരയിലെ നോക്കൂ, ഇസ്മായിലി പരമ്പരയിലെ അനേകായിരം കോടി മനുഷ്യന്മാര് അതുകൊണ്ടല്ല ഇവിടെ ഉണ്ടായത്. അവിടെ രക്ഷകന്റെ ഇതിൽ വന്നത് ആരാണ്? ഒരു ആടാണ് അള്ള കൊണ്ടുവന്നത്. അതുകൊണ്ടാണത്രേ മരണത്തെ ആടിന്റെ രൂപത്തിലാക്കിയിട്ട് ഇല്ലാതെയാക്കുന്നത്. ഇനി മരണം എന്ന ഒന്നില്ല. പിന്നെപ്പോ അതിന്റെ യഥാർത്ഥ രീതിയൊന്നും എങ്ങനെയാന്ന് ഇപ്പൊ നമ്മളെ കൊണ്ട് ഗവേഷണം ചെയ്യാൻ കഴിയില്ല. കാരണം അത് എങ്ങനെയാണോ ഹദീസിൽ വന്നത്, കൂടുതൽ വ്യാഖ്യാനങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് സംസം വെള്ളത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പറഞ്ഞു. അതൊന്ന് ഗവേഷണം നടന്നു. ആ വെള്ളത്തിലടങ്ങിയ ഘടകങ്ങൾ, കാര്യങ്ങൾ, അതുപോലല്ല ഈ വിഷയങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണോ പറയപ്പെട്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോ ഏതായിരുന്നാലും നരകത്തിൽ കടന്ന ആളുകൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് ഇതിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സാധാരണ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കീഴ്പ്പെടുത്താം, മലക്കളാണ് കാവല്, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു ഒരു ആയത്തിൽ പറയുന്നത്
അതിന് മലക്കുകൾ കാവലുണ്ടാകും. അവർ പരുഷ സ്വഭാവക്കാരായിരിക്കും. ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യൂല. അവരോട് എന്താണോ കൽപ്പിച്ചത് ചെയ്യും. അങ്ങനത്തെ മലക്കാള് അതിന് പാറാവുകാരായിട്ട് ഉണ്ടാകുന്നതാണ്. മുഖീമായ അദാബ് എന്ന് പറഞ്ഞാല് ഖാലിദായ ശാശ്വതമായ അദാബ് എന്നാണ്. ശാശ്വതമായ ശിക്ഷ അല്ലാഹു തആല നൽകുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ കൊള്ളയെ പറ്റിയും മറ്റുമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗമാണ് അടുത്ത ആയത്തിൽ വരുന്നത്. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. والسارق മോഷ്ടാവ് കള്ളൻ, വസ്സാരിഖത്തു കള്ളത്തി. നോക്കൂ, കളവ് നടത്തിയ ആണും കളവ് നടത്തുന്ന പെണ്ണും. ഫഖ്തഉ ഐദിയഹുമാ, അവർ രണ്ടുപേരുടെയും കൈകൾ നിങ്ങൾ മുറിച്ചോളൂ. ജസാം ബിമാ കസബാ, അവർ രണ്ടുപേരും ചെയ്തതിന്റെ ഫലമാണത്. നകാലം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അദാബുമാണ്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപിയാണ്, അല്ലാഹു തആല അഗാധജ്ഞാനിയാകുന്നു. കള്ളന്റെയും കള്ളത്തിയുടെയും കൈകളെ നിങ്ങൾ മുറിച്ചോളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. കള്ളന്റെയും അതുപോലെ തന്നെ കളവ് നടത്തിയ ആണ് പെണ്ണ്, അവിടെ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരുടെയും കൈ നിങ്ങൾ മുറിച്ചോളി എന്നാണ് പറയുന്നത്. മഖ്സൂമിയ ഗോത്രത്തില് ഒരു പെണ്ണ് കട്ടു. അപ്പോ ഇവര് ഒരു മീറ്റിംഗ് ചേർന്നിട്ട് ആദ്യം ആയിഷ ബീവിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, നിങ്ങള് ഉസാമനോട് പറഞ്ഞേ, റസൂലുള്ളാഹിന്റെ ദത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ഉസാമത്ത് ബിൻ സയ്യിദ്. കറുത്തിട്ട് ഒരു പയ്യനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മൂപ്പരെ കണ്ടാൽ ശരിയാവും എന്ന് പറഞ്ഞളിയെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരോട് ചെന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞു, ഞാനത് റെക്കമെൻഡ് ചെയ്തോളാം. അതില് നബിയോട് ചെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമൊക്കെ ആകണ്ട് വിവർണമായി, വല്ലാതെ ചൂടായി. എന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സയ്യിദേ, അള്ളാഹുവിന്റെ ഒരു ഹദ് അത് മാറ്റി മറിക്കാനാണോ റെക്കമെൻഡ് ചെയ്യുന്നത്? എന്നിട്ട് പറഞ്ഞു, മുൻഗാമികളായ ചിലര്, അതായത് പൂർവ്വ പ്രവാചകന്മാരുടെ അനുയായികൾ ചിലര് സമുദായത്തിലെ ഉന്നതര് കട്ടാല് ഒന്നും ചെയ്യൂല. ദുർബലരായ പാവപ്പെട്ടവര് കട്ടാല് അവർക്ക് നല്ല ശിക്ഷ ഉണ്ടാവും. ഇന്നിപ്പോ അങ്ങനെ തന്നെയല്ലേ? അദാനിയെ പോലത്തോൽക്കൊന്നും പ്രശ്നമില്ല. ആകെ അങ്ങനെ പോവും. അതേ സമയത്തോ ഒരു നേരത്തിന് അന്നല്ലായിട്ട് ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു ആദിവാസി യുവാവ് ഭക്ഷണം കഴിച്ചതിന്റെ പേരിലെല്ലാരും കൂടി അടിച്ച് അയാൾ മരിച്ചു എന്നതുപോലെ അള്ളാന്റെ തിരുദൂതർ പറയാണ്, മുൻഗാമികൾക്ക് അള്ളാഹ് നാശം കൊടുക്കാൻ തന്നെ കാരണം റസൂൽ പറഞ്ഞ ഹദീസിൽ തന്നെ കാണാം. അവരെ കൂട്ടത്തിലുള്ള ഷരീഫ് എന്ന് പറഞ്ഞ ഉന്നതരായവര് മോഷ്ടിച്ചാല് അത് പ്രശ്നമാക്കൂല, പാവപ്പെട്ടവര് മോഷ്ടിച്ചാല് കൈമുറിക്കും. അതിന്റെ അടുത്ത് നടക്കൂല ടോർ നടക്കൂല. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളെ കൈ ഞാൻ മുറിക്കുന്നതാണ്. മാറ്റല്ല, അങ്ങനെ ആ പെണ്ണിന്റെ കൈ മുറിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ കൂടുതൽ ശിക്ഷ നടപ്പിലാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം ഒരാളത് മുറിച്ചാൽ തന്നെ ബാക്കിയുള്ള എല്ലാവരും പേടിക്കും. അപ്പൊ ആണ് പെണ്ണ് വ്യത്യാസമല്ല. അല്ലാഹു തആല പറയാണ്, സാരിഖ് എന്ന കള്ളൻ ആണിനാണ്, സാരിഖത്ത് പറഞ്ഞാല് ആ കൂട്ടത്തില് പെണ്ണ്. ഇത് അള്ളാഹു പറഞ്ഞു. എന്നാ വേറെ ചില ആയത്തുകളിൽ, ഇപ്പൊ ഉദാഹരണത്തില് വ്യഭിചാരം പറഞ്ഞെടുത്ത് ഈ അള്ളാഹു തആല പറഞ്ഞ എങ്ങനെയാണ്, അസ്സാനിയത്തു വസ്സാനി, വേശ്യയും അതുപോലെ വ്യഭിചാരം ചെയ്ത പുരുഷനും അവരെ പിന്നെ വിവാഹിതരല്ലെങ്കിൽ പിന്നെ 100 അടിയടിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ ആദ്യം പറഞ്ഞെന്താ അറിയോ, അസ്സാനിയത്തു വേശ്യപ്പെണ്ണ്,
വസ്സാനി വ്യഭിചാരം ചെയ്യുന്ന ആണ്. അവിടെ ആണിനെ രണ്ടാമതും പെണ്ണിനെ ആദ്യമാണ്. ഇവിടെ അസ്സാരിഖു കള്ളൻ ആണ്, വസ്സാരിഖത്തു കള്ളത്തി പെണ്ണ്. അപ്പോ മോഷണത്തെ പറ്റി പറഞ്ഞെടുത്ത് ആദ്യം ആണിനെയും പിന്നെ പെണ്ണിനെയും പറഞ്ഞു. വ്യഭിചാരത്തെ പറ്റി പറഞ്ഞെടുത്ത് ആദ്യം പെണ്ണിനെയും പിന്നെ ആണിനെയും പറഞ്ഞു. എന്താ കാരണം? ഇത് മനസ്സിലായോ? അതിന് കാരണം മോഷണത്തിന്റെ വിഷയത്തില് പെണ്ണുങ്ങളെക്കാള് മുന്നിലാരേകാരം ആണുങ്ങളാണ്. വ്യഭിചാരത്തിന്റെ വിഷയത്തില് ആ തെറ്റില് ആണുങ്ങളെക്കാൾ പെടുക ആരാണ്? പെണ്ണുങ്ങൾ. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചറിയാം, പെണ്ണുങ്ങൾക്കും കക്കാനൊക്കെ അറിയാട്ടോ. എനിക്കറിയാം മോതിര പിന്നെ ഈ ഒരു വല്ലാതെ അക്കല് ചെല്ലറിയുന്നതാണ്. CCTV ഒക്കെ ഓർമ്മയില്ലാതെ കക്കും, കല്യാണ കരിന്ന് കക്കും, ബസ്സെന്നൊക്കെ ഉണ്ടോ ഒരു പൊട്ടിച്ചത് എല്ലാം ഇങ്ങനെ നിന്നാണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആണുങ്ങൾക്ക് പെട്ടെന്ന് നടക്കാത്തതുകൊണ്ട് പറന്നിട്ട് പോയി കണ്ട കോലും പൊട്ടിച്ചൽ തുടങ്ങി, പെൺകോലം കെട്ടിയിട്ട്. ആണുങ്ങൾക്ക് പിന്നെ വലിയ വലിയ പരിപാടികളല്ലേ, ചേലാമ്പ്ര ബാങ്കുകളിലൊക്കെ അറിയില്ല. എത്ര വലിയ വൈദഗ്ധ്യാണ് ഇതിൽ കാണിച്ചത്. ഏതാണെങ്കിലും പിടിക്കപ്പെടാൻ നമ്മളെ പോലീസ് വിചാരിച്ചാല് നടക്കും. ഏതും എന്ത് ചെയ്യാ, പിടിക്കണമെന്ന് വിചാരിക്കണം. വിചാരിച്ചിട്ടില്ലെങ്കിൽ പിടിക്കാൻ കഴിയൂല, ഇടപെടലുകൾ വരും. എന്തായിരുന്നാലും മോഷണം വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമില് ഒരു വട്ടം മോഷണം നടത്തിയാല് ഈ ഇവിടുന്ന് മുറിക്കാം, ഇവിടെ എങ്ങനെ മുറിക്കണം. രണ്ടാമത് കട്ടാല് ഇടത് കാല് മുറിക്കണം, എരിയാണിന്റെ അവിടെ എങ്ങനെ. പിന്നെയും കട്ടാല് ഇവിടെ മുറിക്കണം, പിന്നെയും കട്ടാല് എങ്ങനെ പിന്നെ കക്കുക അവരെ ഒറ്റക്കാലം പോയി കാക്കുന്നല്ല. പിന്നെ രണ്ട് കൈ ഏതായാലും ഇല്ല, കടിച്ചു പിടിച്ചിട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് പിന്നെ മറ്റേ കാലം. ഇനിയോ ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ടാവും വ്യാജാട്ടോ. ഏതറിയോ? ഒരാള് കട്ടു, അവന്റെ വലത്ത് കൈ മുറിച്ചു, പിന്നെയും കട്ടു, ഇടത്തെ കാല് മുറിച്ചു, വീണ്ടും കട്ടു, ഇടത് കൈ മുറിച്ചു, നാലാമതും കട്ടു, അപ്പോ അവന്റെ വലത് കാല് മുറിച്ചു. നാലെട്ടായല്ലോ. അഞ്ചാമതും അവൻ കട്ടു, അവൻ നബി അദ്ദേഹത്തെ കൊന്നു. പിന്നെ തഴസീർ എന്നാണ് അറിയാം. അതായത് വീണ്ടും ഒരാൾ മോഷണം നടത്തുകയാണ്, ഇനി മുറി ഒഴിവാക്കി ഇനി നല്ല പെട കൊടുക്കാം, ചാട്ടവാറടി. അതിനൊന്നും മിക്കവാറും ഉണ്ടാവില്ല. നമ്മള് പറയാന്നല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെ നിയമത്തിൽ പലത് എഴുതി വെച്ചുകൊള്ളാം, ഇക്കൊന്നും ചിലപ്പോൾ എത്തൂല. എന്തായിരുന്നാലും ഒറ്റ വട്ടത്തെ മോഷണത്തിന് കൈ മുറിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ആളുകൾക്ക് ഇവിടെ സുരക്ഷിതത്വം ഉണ്ടാവും. നാളുകൾക്കൊരു പേടിണ്ടാവും. എന്നാ എല്ലാത്തിനും എന്തില്ല, കൈ മുറിക്കാനും പറ്റില്ല കേട്ടോ. വാപ്പാൻ്റെത് മകൻ കട്ട കൈ മുറിച്ചില്ല കേട്ടോ, നേരെ തിരിച്ചു അതിന്ന് ഒഴിവാണ്. മാതാപിതാക്കളത് മക്കളതോ, മക്കളത് മാതാപിതാക്കളോ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടാല് കക്കാന്നല്ല ടൈന്ന് അതിന്റെ അർത്ഥം. നല്ല വാപ്പാനെ ശരിയാക്കാന്നല്ല, അല്ലെങ്കിൽ മക്കളതൊക്കെ കുറച്ചെടുക്കാന്നല്ല. പിന്നെ അതിന് കൈ മുറിക്കൂല. ചില ഇമാമികളുടെ അഭിപ്രായ പ്രകാരം ഭാര്യൻ്റെത് ഭർത്താവും ഭർത്താവിന്റെ ഭാര്യ എടുത്താലും ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ എത്രയോ പെണ്ണുങ്ങളെ കൈ പോയിക്കും. തന്നെ കക്കുന്നവരുണ്ട്, അല്ലാതെ കക്കുന്നവരുണ്ട്, പോയിക്കും. പക്ഷെ ഇതിന് ആ അളവൊക്കെ ഉണ്ട് കേട്ടോ, ഇത്ര കക്കണം എന്നൊക്കെ ഉണ്ട്. ചെറിയ ഇതിനൊന്നും കൈ മുറിക്കൂല. അതായത് ഒരു മിസ്കാലിന്റെ 1/4 വേണമെന്നുള്ളതാണ്. ഒരു മിസ്കാലിന്റെ 4/1 എന്നാണ് അതിന്റെ. 4/1 സ്വർണ്ണോ അല്ലെങ്കിൽ അത്ര വില മതിക്കുന്ന അതിന്റെ നോട്ടോ എന്തായാലും വേണ്ടില്ല, അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ കണക്കാക്കുക? ഒരു മിസ്കാലിന്റെ 4/1 പറഞ്ഞാല് 20 മിസ്കാലാണ് 10 പവൻ. അപ്പൊ നിങ്ങൾ 10 കുട്ടികളെ ഒരു 10 പവൻ എങ്ങനെ കൂട്ടി നോക്കി, അതിന് 20 ഓഹരി വെച്ച് നോക്കി, 10 പവന്റെ കാശ് കൂട്ടി. 10 ലക്ഷം കുട്ടികളെ ഇപ്പൊ വേണ്ട, സുഖമാണ് ഇപ്പൊ കൂട്ടാൻ. ഒരു 10 ലക്ഷം റുപ്യ 20 ഓഹരി വെച്ച് നോക്കി, 50,000. അതിന്റെ 4/1 കൂട്ടി നോക്കി, അവർ 10-12 റുപ്യ ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വരണം. അതല്ലാതെ ഒരു 100 റുപ്യ വലിച്ചിന് ഇവിടെ കൊണ്ടിടാൻ്റെ കൈ അറിയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പിന്നെ ഭയങ്കര പ്രശ്നമല്ലോ. എല്ലാത്തിനും ഒരു ഇത് വേണമല്ലോ, ഒരു മാനദണ്ഡം വേണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. എന്തായിരുന്നാലും ചില പണ്ട് കാലത്തൊക്കെ എങ്ങനെ അറിയോ, കയ്യണ മുറിക്കും, എന്നിട്ട് രക്തം ഉറക്കുന്നതിന് വേണ്ടി തലച്ചെണ്ണയിൽ ബാക്കിയുള്ള വാഗണം വെക്കണമെന്നാണ്. അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നിപ്പോ സൗകര്യമാണ് മുറിക്കണം എന്നുണ്ടെങ്കിൽ.
ബാക്കി ഉണക്കാനൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൈ മുറിക്കേണ്ട സിസ്റ്റം ഇപ്പോൾ എവിടെ ഉണ്ട്? സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട്. ചിലർ പറയും അതൊക്കെ കുറച്ച് ഓവറല്ലേ. ഒരു ഓവറും ഇല്ല. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു ശിക്ഷ ഉണ്ടെന്ന് കൂട്ടി നോക്കി. എന്നാ പിന്നെ ഇവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവില്ലല്ലോ. എന്തോ ഒരു സുഖം. കവർച്ച പിന്നെ ഈ മോഷണത്തിനാട്ടോ നേരെ മറിച്ച് നേരെ മുന്നിൽ നിർത്തോണ്ട് ഇതിന് കൈ മുറിച്ചില്ല, തട്ടി പറിച്ചാണ് പറയും. നേരെ മുന്നിൽ നിൽക്കേണ്ടത് അത് വ്യത്യാസമുണ്ട്. അപ്പോ പിന്നെ ഈ മോഷണം നടത്തി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട അളവിലെത്തിക്കഴിഞ്ഞാല് അതും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പോ ഒരാളിപ്പോ 25,000 റുപ്യ അവിടെ വെച്ചിന്, അവിടെ മൂത്രപ്പരയിൽ മൂത്രമൊഴിക്കാൻ കയറിയാണേ. അപ്പൊ എന്ത് ചെയ്ത് അവിടെ വെച്ചു, മൂത്രം വെച്ചാണ് മൂപ്പര് പോയി. ചിലർക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. 25,000 റുപ്യ അവിടെ വെച്ച് പോയി. അടുത്ത മൂത്രമൊഴിക്കാൻ വന്ന ആള് വെറുതെ കവർ നോക്കുമ്പോൾ മൂപ്പർക്ക് പെട്ടെന്നില്ല, സന്തോഷം കൊണ്ട് മൂപ്പർക്ക് അറ്റാക്ക് വരാൻ തുടങ്ങി. 25,000 റുപ്യ മൂപ്പരവും കൊണ്ടുപോയി. അവിടെ CCTV നോക്കി ആളെ പിടിച്ചു. ആളെ കൈ മുറിച്ചാൻ പറ്റില്ല. കാരണം എന്താ? മൂത്രപ്പരന്റെ അവിടെ ഇവിടെയൊന്നും പൈസ വെക്കാൻ പാടില്ല. അതുകൊണ്ട് അയാൾക്ക് ചെറിയൊരു ഇളവുണ്ട്. അതായത് ഒരു സൂക്ഷിക്കേണ്ട സാധനം സൂക്ഷിക്കേണ്ട സ്ഥലത്തല്ലാത്തിടത്തുനിന്ന് എടുത്താൽ ഇതിൽ പെടൂല. ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട്. മോട്ടോർ സൈക്കിൾ ഇപ്പൊ എന്തായിരുന്നാലും നമ്മൾ ഇപ്പോ അലമാരൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. അത് മുറ്റത്ത് തന്നെ വെക്കാം. അപ്പൊ അവിടുന്ന് മോഷണം അത് വിടും. മുറ്റത്ത് നിർത്തുണ്ടായാൽ മതി. എന്നാൽ മുറ്റത്ത് നിർത്താനും എല്ലാ സൗകര്യം, കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ മോട്ടോർ സൈക്കിള് ഗേറ്റിന്റെ അപ്പുറത്ത് റോഡിന്റെ തെളിൽ നിർത്തിയിട്ടു. അവിടുന്ന് ആരാ കൊണ്ട്? അപ്പോ അതിൽ പ്രശ്നം വരില്ല, കൈ കുറിക്കാൻ പറ്റില്ല. വലിയ ക്രെയിൻ ഉണ്ട്, അതെവിടെ നിർത്താം? റോഡ് സൈഡിൽ നിർത്തും. റോഡ് സൈഡിൽ നിർത്തും. അത് അവിടുന്ന് ഉണ്ടായാൽ മതി. സ്വർണ്ണം നമ്മൾ വെക്കേണ്ട അത് സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം. മേശന്റെ വലിപ്പ് തുറന്നു കൊടുത്താണ് പൈസ വെച്ചിട്ടുണ്ട്, ആ പൈസ അവിടെയൊക്കെ തന്നെ വെക്കണം. എന്നാ സ്വർണ്ണം അങ്ങനെ തന്നെ വെക്കൂല, അത് കുറച്ചും കൂടി ഭദ്രാക്കി വെക്കും. ഇങ്ങനെയൊക്കെ നിബന്ധനകളുണ്ട്. അതല്ലാതെ മാത്രമല്ല, ഇനിയിപ്പോ പിന്നെ ഒരാളെ എടുത്ത് ഇപ്പൊ കോടതിയിൽ കേസ് എത്തുന്നതിന്റെ മുമ്പ് ഈ സാധനം തിരിച്ചു കൊടുത്താലും കൈയ്യൊട്ടാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്തു? നല്ല മോഷണം നടത്തി, 1 ലക്ഷം റുപ്യ കൊണ്ടുപോയി. അങ്ങനെ നഷ്ടപ്പെട്ട ആള് ഇത് ഇസ്ലാമിക ഭരണമുള്ള ഒരു സ്ഥലത്ത് ഖാദിന്റെ അടുത്ത് ഇത് കേസ് ഉയർത്തേണ്ടതിന് മുമ്പ് ഞാൻ നിങ്ങളെടുത്തുന്ന 1 ലക്ഷം എടുത്തിന് എനിക്കൊരു മനംമാറ്റം വന്നത് ആ പൈസ കൊടുത്തു കൊടുത്തു. എന്നാ ഇനി അത് വീണ്ടും കേസാക്കിയാളെ കൈ കൊടുക്കാറ്റില്ല. നേരെ മറിച്ച് കോടതിയിൽ കേസെത്തി, ഓനാണ് അത് എടുത്തതെന്ന് എല്ലാം നിലക്ക് തെളിഞ്ഞ ശേഷം ഞാൻ കൊടുത്താൽ പോരെ ചോദിക്കാൻ പറ്റില്ല. അതിപ്പോ ആർക്കും പറയാം. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ കുറെ നിബന്ധനകളോട് കൂടെയാണ് എന്ത് ചെയ്യുക. അല്ലാതെ കട്ടൂന്ന് കേൾക്കുമ്പോഴേക്ക് ഇല്ല, ഇഖ്റാർ വേണം, സമ്മതിക്കണം, തെളിവ് വേണം, നല്ല രേഖ വേണം. രേഖ ഇല്ലാതെ ഒരു കാര്യം നടക്കൂല. രേഖ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അതല്ല ഈ സാക്ഷി നിർത്തേണ്ടതിൽ ഇസ്ലാമില് കണിശമായ നിലപാടാണ്. സാക്ഷി നിൽക്കേണ്ട ഒരു വിഷയത്തിൽ അങ്ങനെ ഇപ്പൊ ഒരു വിഷയം നമ്മൾ ഈ ആയിഷ കണ്ടു. എന്ത്? ഹമീദ് എന്ന് പറഞ്ഞ് ഒരാള് തന്റെ മകനെയും ഭാര്യയെയും 2 കുട്ടികളെയും കൊന്നുകളഞ്ഞ അയാൾക്ക് വധശിക്ഷ കൊടുത്തു കോടതി. അതിന്റെ ഒരു പ്രധാന കാരണം എന്താ? 1-ാം സാക്ഷി കൂറുമാറിയില്ല എന്നുള്ളതാണ്. അയാളാണ് ആൺകുട്ടി. എന്താ കാരണം എന്നറിയോ? ഇയാള് കോടതി പറഞ്ഞത് ഇയാൾക്ക് ശ്വാസം മുട്ടലുണ്ട്, ഒരു ഇളവ് കിട്ടണം എന്നാണ്. അയാളൊക്കെ എന്നോ ശരിയാക്കണ്ട. കാരണം ഞാനൊക്കെ കരുതിന്റെ അയാൾക്ക് മാനസികറ്റുണ്ടാവും, ഒരിക്കലും മാനസികമില്ല. അത്ര അയാളെ മനസ്സിന്റെ കട്ടിയോക്കണം. അബദ്ധത്തിൽ സംഭവിക്കല്ല. മുതലിന്റെ പ്രശ്നത്തിൽ മകനോടുള്ള വെറുപ്പിന് മകനും മരുമകളെയും 2 കുട്ടികളെ, ആ നിഷ്കളങ്കരായ പെൺകുട്ടികളൊക്കെ അതും തീയിലിട്ടിട്ടെത്തി ചുട്ടുകരിക്കുകയാണ്. അതൊരു വാപ്പാന്ന് പറയാൻ പറ്റും നമുക്ക്. മൃഗങ്ങളെ പേര് ചേർത്തി പറയാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് മോശമാണ്. അയാൾ നേരത്തെ ഒരുങ്ങി പെട്രോൾ കരുതി വെച്ചു എന്ന് മാത്രമല്ല, മകനും മരോളൊക്കെ കടന്നതിന്റെ ശേഷം ഓല റൂം പുറത്തേക്ക് പൂട്ടുകയാണ്. മാത്രല്ല ഇയാൾ നേരത്തെ ആ റൂമിന്റെ ഒരു ജനവാതിലിന്റെ പൊളി ഇയാള് കുറ്റി അയച്ചിട്ടുകയാണ്, പുറത്തുനിന്ന് അയിക്കൂടി ദൊയ്ക്കാറ് ഉറങ്ങിയിട്ട്. മാത്രമല്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ തീപിടുത്തുണ്ടായ ബാത്റൂമിൽ പോടും വെള്ളം പൈപ്പ് തിരിക്കും, പൈപ്പ് വെള്ളം ഉണ്ടാകരുത്, വെള്ളം കട്ടാക്കിക്കാണ്. ഇങ്ങോട്ടാണ് അയാൾ തീ കൊടുത്തത്. ആദ്യം വിളിച്ചത് അയൽവാസിക്കാണ്. അയൽവാസിയായ മുസ്ലിമായ സഹോദരൻ ഓടി വന്നു നോക്കുമ്പോ കണ്ടെന്താണ് വാതിൽ ചോട്ടി പൊളിച്ചാൽ നോക്കുമ്പോ
ആ ഗ്യാപ്പിലൂടെ ഇയാൾ വീണ്ടും പെട്രോൾ ഒഴിക്കണം. സ്വന്തം പിതാവ് അയാളതിൽ ഉറച്ചൊന്നു. അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പീൽ പോകും അയാൾ. അതിനൊക്കെ അയാളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. എന്തിനും താങ്ങാൻ. 85 വയസ്സായിക്കൊണ്ടാണ്. വല്ലാത്തൊരു കഷ്ടം. ഇതൊക്കെ നമുക്കിതിന്റെ സങ്കടം എന്താ ഞങ്ങള് ഹമീദായി പോയി. അതാണ് പെണ്ണുങ്ങള് പെരുന്തൽമണ്ണ ബസ്സിൽ ഒരു 10-65 വയസ്സായ ഒരു വൃദ്ധനെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി തല്ലുണ്ട്. കാലുമ ചവിട്ടി എന്നുള്ള പേര് പറഞ്ഞിട്ടാണ്. എമ്മാതിരി തല്ലാന്ന്. എന്നിട്ട് അയാളെ വലിച്ചിറക്കി മുഖത്തടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ട ഒരു കുട്ടിക്ക് നേരെ ഒരു തെരുവുനായ ചാടിയാൽ ഇന്ത്യങ്ങളെയും മാനസികാവസ്ഥ എന്തേ കാരണം? നമ്മൾ ഇതിൻ്റെ ഒന്നും നോക്കൂലല്ലോ. നമ്മൾ ആ കുട്ടീനെ രക്ഷപ്പെടുത്താനാ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ നായ കടിച്ചാൽ പോലും അതൊന്നും നമ്മൾ ചിന്തിക്കൂല. അങ്ങനല്ലേ ചെയ്യാ? ഇതേപോലെ തന്നെയാണ് ഒരു വൃദ്ധനെ തല്ലുമ്പോൾ എന്തുകൊണ്ടും തടയേണ്ടതായിരുന്നു. അതവിടെ കണ്ടില്ല. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലുണ്ട്, 2 കൂട്ടർക്ക് ഖബറിലെ അദാബിന് കാരണം നിബിതങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തത്, ഒന്ന് വളു ഇല്ലാതെ നിസ്കരിച്ചതും, രണ്ടാമത്തത് ഒരാൾ മർദ്ദിക്കപ്പെട്ടിട്ട് ആ മർദ്ദിക്കപ്പെടുന്ന ആളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടും മർദ്ദിക്കുന്നവരെ തടയാൻ കഴിഞ്ഞിട്ടും കണ്ടിക്കുക. ഇന്ന് പേടിയാണ് ആൾക്കാർക്ക്. കാരണം അങ്ങനെയാണ് കുട്ടികൾ വലിയ കത്തിയോ മറ്റോ ഒക്കെ ഉണ്ടാവും. എന്തേലും ആയിക്കോട്ടെ, നമ്മൾ വെല്ലം അവിടുന്ന് ഊരാണ്. ഇതും പേരെന്താണ്? ഒരു മുസ്ലിം പേരാണ്. ഏതായാലും ഓന് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഓനെ പോലീസ് പൊക്കി കൊടുത്തിട്ടുണ്ട്. ഓന്റെ കാലിന്റെ വെള്ളേണ അടിച്ചിട്ട് പൊട്ടിക്കണ്ട. നടക്കരുതോ കുറച്ച് കാലം. ലഹരി ഉപയോഗിച്ചുകൊണ്ടേ കാരണം ആയിക്കോട്ടെ. പിന്നെ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഏത് വിനാന്തനും വടി പേടിയല്ലോ. അപ്പോൾ ഭയങ്കര ക്രൂരതകൾ ഇപ്പൊ ഈ ഒരാഴ്ചയിലൊക്കെ എന്തൊക്കെയാണ്. ഞാൻ അങ്ങനെ ആലോചിക്കും, ഇസ്ലാമിലെ ഈ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള വെറുതെ അല്ല അല്ലാഹു തആല അൽ ബഖറയിൽ പറഞ്ഞത്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതം കിട്ടോ. നല്ല ശിക്ഷ കൊടുക്കണം കുറ്റകൃത്യങ്ങൾക്ക്. ആ ശിക്ഷണം പാസ്സാക്കിയാൽ ആൾക്കാർ താനേ അതിൽ നിന്ന് നോക്കും. ഒരു 500 രൂപ പോകുന്ന കണ്ടപ്പോൾ ഹെൽമെറ്റ് കയറിയല്ല തലയിലേക്ക് അല്ലേ? കയറി. എല്ലായിടത്തും ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാത്ത ക്യാമറ ആണെങ്കിലും അതിന്റെ മുന്നിൽ നിന്ന് നല്ലോണം ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ അന്തസ്സോട് കൂടെ പോവുക, നിജൊന്ന് പിടിച്ചാന്നുള്ള രൂപത്തിൽ അല്ലേ? അതേപോലെ നമുക്ക് നഷ്ടം വരുന്നതിനെ കണ്ടാലേ ഒരു കുറ്റകൃത്യം ഉണ്ടാവില്ല. പക്ഷെ നിയമം കർശനാക്കുന്നില്ല. അതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാല് കട്ടോന്റെ കൈ മുറിക്കുക, കൊന്നോനെ തിരിച്ചു കൊല്ലുക, ഈ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വ്യഭിചരിച്ച ആൾക്കുള്ള ശിക്ഷക്കന് പാസ്സാക്കി ഒരു കുട്ടിയും ബലാത്സംഗം ചെയ്യപ്പെടില്ല. ഏത് നട്ടപ്പാതിരക്കും പോകാം. അടുത്ത ഒരു കണക്കെടുപ്പ് നടന്നല്ലോ, ലോകത്ത് ഏതൊരു പെണ്ണിനും നട്ടപ്പാതിരക്കും പോകാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതത്തുള്ള ഇടം 1ാം സ്ഥാനത്ത് വന്ന മദീനയാണ്. ചില സ്ഥലങ്ങളിൽ വന്നു. അപ്പൊ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയായിരുന്നു. അപ്പൊ ഈ നിയമങ്ങൾ കർശനാക്കിയ കുറെ രക്ഷ ഉണ്ടാവും. അള്ളാനെ പേടിയില്ലാത്തവർക്കും പടപ്പാളെ പേടിണ്ടാവും, ബുദ്ധിയുള്ള ആളുകൾക്ക് പേടിണ്ടാവും. അപ്പൊ അതുകൊണ്ട് നോക്കൂ, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി, അതായത് 2 ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സുരക്ഷ വേണം. അതിനാണ് നിയമങ്ങൾ ഇങ്ങനെ കർശനം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ കുറച്ച് കഠിനമായ ശിക്ഷ നേരത്തെ പാസ്സാക്കിയത് പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രൂശിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ എന്തിനാണ്? എന്നാലേ ഇവിടെ ആളുകൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ്, നിങ്ങളിത് കള്ളനും അതുപോലെ തന്നെ കള്ളത്തിയും മോഷണം നടത്തിയ ആണും പെണ്ണും സ്ത്രീ പുരുഷന്മാർ അവരുടെ കൈകളെ മുറിച്ചോളൂ. അത് അവർ ചെയ്തതിനുള്ള പ്രതിഫലമാണത്. നകാലം മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ് അവർക്ക്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു തആല പ്രതാപിയാണ്, അതോടുകൂടെ അവൻ അഗാധജ്ഞാനിയുമാണ്. അല്ലാഹു പ്രതാപിയാണ്, അവൻ അഗാധജ്ഞാനിയാണ്. ഫമൻ താബ മിൻ ബഅദി ളുൽമി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇത് പൊതുവായൊരു കാര്യം പറയാണ്. ഫമൻ താബ മിൻ ബഅദി ളുൽമി, അക്രമത്തിന്റെ ശേഷം ഒരാൾ തൗബ ചെയ്താൽ, അവിടെ അക്രമം തന്നെ കത്തിക്കുത്ത് എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തിന് ഒരാൾ എതിര് ചെയ്യാന്നുള്ളതാണ്.
അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശേഷം അവൻ പശ്ചാത്തപിച്ചു, അവൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ തൗബ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇതാണ് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരായത്താണിത്. ഇത് മാത്രമല്ല, ഇപ്പോ പരിശുദ്ധ ഖുർആനിൽ ഫുർഖാൻ സൂറത്തില് വ്യഭിചാരത്തെ പറ്റിയും കൊലപാതകത്തെ പറ്റിയും ശിർക്കിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അവിടെ അല്ലാഹു തആല പറയുന്നുണ്ട്, തൗബ ചെയ്താലൊഴികെ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹു തആല എല്ലാം പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ജനങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക്, അതായത് ഇപ്പൊ പല ആളുകളെയും ധാരണ എന്താ അറിയോ, ഞാനൊരിക്കലും നന്നാവൂല എന്നൊക്കെ ചിന്തിക്കും. ഞാൻ ഇനി തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല, എന്റെ കാര്യം പോക്കാണ്. അങ്ങനല്ല, അങ്ങനെ ഒരാളും നിരാശപ്പെടാൻ പാടില്ല. നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹിന്റെ തിരുദൂതരുടെ അരിക വന്നിട്ട് ഒരാൾ പറയാണ്, വലിയൊരു തെറ്റ് ചെയ്തു, ഇന്റെ ദോഷം പടച്ചോൻ പൊറുക്കൂല. അപ്പൊ നമുക്ക് ഇസ്ലാമില് എന്തില്ല, ഈ കുമ്പസാരല്ല എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ പാടില്ല. അതൊക്കെ അയാളും അള്ളായിട്ടുള്ള വിഷയമാണ്. ഒരു മനുഷ്യന്റെ ഈ എന്ത് അഭിമാനത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ സമാധാനിപ്പിക്കില്ല, പടച്ചോൻ കാരുണ്യവാനാണോ, പൊറുക്കും പറഞ്ഞാൽ മതി. അല്ല, സംഗതി പൊറുക്കും, ഇന്റെ പൊറുക്കൂല. ഇയാൾ പിന്നെയും പറയും. അല്ലാതെ പറഞ്ഞപ്പോ നബി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്ത്? മൂപ്പര് പറഞ്ഞെന്താ, ഞാന് മയ്യത്തിന്റെ കഫം വിടവ മാന്തര പരിപാടി. ഒരാൾ മരിച്ചാല് ആദ്യം തന്നെ എന്ത് ചെയ്യും, രാത്രി പോയിട്ട് കഫം വിടവ മാന്തും, എന്നിട്ട് മറിച്ച് വെക്കുക. അങ്ങനെ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ ജനാസ ഞാന് മാന്തി പുറത്തെടുത്തു, വ്യഭിചരിക്കാൻ ഒരുങ്ങി നബിയെ ഞാൻ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പോകാൻ പറഞ്ഞു. അത് കുറച്ച് ഗൗരവമുള്ളതാണ്, ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ. അത് പോയി. പിന്നീട് വഹി വരെയാണ് നബി തങ്ങൾക്ക്. നബിയോട് അള്ളാഹു ചോദിക്കുകയാണ്, ആരാ നബിയെ ദോഷം പുറത്തെടുക്കുക, നിങ്ങളോ ഞാനോ? അത് റബ്ബേ നീയാണ്. അപ്പൊ പിന്നെ ഒരാൾ വന്നപ്പോൾ നിങ്ങൾ മടക്കി വിട്ടോ? അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സംഘത്തെ പറഞ്ഞയച്ചു. മരുഭൂമിയുടെ ഇന്നാലിന്റെ ഭാഗത്ത് അയാൾ അവശനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ മനുഷ്യൻ ആ സങ്കടത്തിലാണ് പോയിട്ട് ആണ് സുജൂദിലാണ് കിടന്നാണ്. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, അങ്ങനെ വീടണക്കാണ്. ജീവനുണ്ട്, എടുത്തിട്ട് കൊടുന്നു. അദ്ദേഹത്തിന്റെ ദോഷം അള്ളാഹു പുറത്തെടുത്തു. അപ്പൊ നിങ്ങള് ഇതെന്തിനാണ് നിബിധങ്ങൾ പഠിപ്പിച്ചറിയങ്ങള്? ഏത് തെറ്റുകൾ ചെയ്ത് തെറ്റിനെ ലഘൂകരിച്ച് കാണില്ല. പിന്നെ ഒരു മനുഷ്യന് ബോധം വന്നിട്ട് ആ ചെയ്യുന്ന തെറ്റണ് നിർത്തിയിട്ട് 3 നിബന്ധന ഉണ്ട്. നിർത്തണം പൂർണ്ണമായിട്ട്, പിന്നേക്ക് പോകരുത്. ഒന്ന് നിർത്തണം, ഒന്ന് ഇനി പോകരുത്, മടങ്ങരുത്, 2 ഭയങ്കര സങ്കടം. അത് വേണം. അതിപ്പോ മനുഷ്യന്മാരാകുമ്പോ കുറെ തെറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, എന്റെ അടുത്ത് നിന്ന് അങ്ങനെ വന്നല്ലോ, നല്ല കുറ്റബോധം. ഈ 3 കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ അത് തീർക്കുക എന്നുള്ളതാണ് 4ാമത്തെ. ബാക്കി 3 അവിടെയും വേണം. ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ തച്ചു, ഭയങ്കര സങ്കടമായി, ഇനി ഒരിക്കലും ഞാൻ തല്ലൂല, അതിന്ന് പരിപൂർണമായിട്ട് വിട്ടുന്നു, ഇയാൾ പുറത്തേരും കൂടി വേണം. എന്നാ പിന്നെ എന്തിനാ പേടിക്കണം? അപ്പോ അള്ളാഹു തആല നമുക്ക് അവസരം തരും. അങ്ങനെ എത്രയോ ആളുകൾ. അതല്ല, ഇസ്ലാമിലേക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? ഒന്ന്, ആരെ ഉദാഹരണം പറഞ്ഞത്? ഇപ്പൊ ഖുർആനിലെ ചില ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ കാണാം. ഒന്ന്, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഉദാഹരണം പറഞ്ഞു. മഹാമോശമായിരുന്നു. അള്ളാഹിന്റെ റസൂലിന് അത്രമാത്രം എതിർത്ത ആളായിരുന്നു. അബൂജഹലിന്റെ മകനും അല്ല പാരമ്പര്യമായിരുന്നു. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചു, തൗബ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചു. പിന്നെ അദ്ദേഹം ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായി മാറി. നബിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആരായിരുന്ന ഒരു കാലത്ത്? വഹ്ശി റളിയല്ലാഹു അൻഹു, ഹിന്ദ് റളിയല്ലാഹു അൻഹ, ബക്കർ റളിയല്ലാഹു അൻഹു പറയണം. എന്താ കാരണം? അവരൊക്കെ ആരാണ്? ഒരു കാലത്ത് ഓരോന്ന് കളിച്ച കളി നമ്മൾ കളിച്ചിട്ടില്ല. അതിനു മാത്രം മഹാക്രൂരത വരെ കാണിച്ചവരാണ്. കുറച്ചും പുറത്തെടുത്തില്ല, തൗബ ചെയ്തു, മാറിയവര്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു എത്രത്തോളം സൈഫുള്ള എന്ന സ്ഥാനപ്പേര് കിട്ടിയ ആളാണ്. സൈഫുള്ള, അള്ളാഹുവിന്റെ വാൾ. എന്നിട്ടും കുറച്ചും പുറത്തെടുത്തില്ലേ? അവനായി ഈമാൻ, തൗബയാണ്. പിന്നാണ് മടങ്ങരുത് എന്നുള്ളത്.
ആ ഒരു നിലപാട് സ്വീകരിച്ച ഇത് നമ്മൾ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു. കുറേ ചെറുപ്പക്കാരായ നമ്മളെ സഹോദരങ്ങൾ ഓല് എന്ത് ചെയ്യും, പിന്നെ എല്ലാവരും വെറുപ്പോട് അങ്ങനെ ഒരു തോന്നലാണ്. ഇന്ന വെറുപ്പോട് അതിന് ചിലപ്പോൾ നമ്മളെ ചില പള്ളികളിലൊക്കെ അതിനുള്ള കാരണങ്ങളുണ്ടാവും. ആൾക്കാർ വെറുപ്പോട് കൂടെ കാണും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ പിന്നെ ഒന്ന് ഇങ്ങനെ നായാ പോരാ, ഒന്ന് നിസ്കരിക്കണം എന്നൊക്കെ കരുതി, ഒന്ന് നന്നാകണം എന്ന് കരുതി വന്നാൽ എന്നൊക്കെ പറയാളോ തന്നെ പടച്ചോനെ അത് ഭയങ്കര അപകടമാട്ടോ. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാകുക അറിയങ്ങൾ? അയാൾ കഴിച്ചിലായി പോകും ചോദിച്ചും നമ്മൾ കുടുംബം ചോദിച്ചു. അത് പ്രശ്നം. അപ്പോൾ ഞാൻ നമ്മളെ ക്ലാസ് നടക്കുന്ന ഒരു സ്ഥലത്തെ പള്ളിൻ്റെ ഒരു തിണ്ടുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്, 4-5 ആൾക്കാരേ ഉള്ളൂ. ഇവർ ആ തിണ്ടുമണ് കയറി കുത്തരിക്കുട്ടോ. ഒരു കാര്യമായിട്ട് ഇരിക്കൽ അസറിൻ്റെ ശേഷമാണ്. അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ അവിടെ ഇരുന്നിട്ട് ചാടിച്ചാൻ പോകുള്ളൂ. പിന്നെ അരിവും കഴിഞ്ഞിട്ട് പോകുള്ളൂ. ആ ഇരുത്തങ്ങനെ ഇരുന്ന റോട്ട് കൂടി പോകേണ്ട മുഴുവൻ കാണാം. ഒരാളാണ് പോകുമ്പോൾ അയാളങ്ങനെ തിന്നും. പിന്നെ വേറെ ആളെ കിട്ടും, അപ്പോൾ അയാളെ വിടും. എന്നിട്ട് അടുത്ത ചെറുപ്പക്കാർ കുട്ടികൾ എന്ത് ചെയ്തു അറിയാം, മതിലാണ് ഉയർത്തി. അങ്ങനെ അവിടെ ആ കല്ലിനെ ഇറക്കിയിട്ട് എന്ത് ചെയ്തു അറിയാം, മതിലിന്റെ ഉയരാണ് കൂട്ടി. ഇപ്പം അയിമ ഇരുന്ന റോട്ട് കാണൂല, ഒരു കുട്ടി പോകേണ്ട കാണൂല. തന്നെ സെൻട്രൽ ജയിലിന്റെ മതിൽ പോലാണ് ഉയർത്തി. ഇവിടെ മതിലല്ല ഉയർത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിന് പോയാലും മതിൽ കാണുമ്പോൾ അതിന് ചെറിയായിരുന്നു. ഇതിങ്ങനെ വന്ന മതിലുള്ള റബ്ബയാണ്. അതായത് നമ്മൾ വെറുതെ ഈ വിഭാഗത്തെടുത്തിട്ട് ആ വിഭാഗത്തിന്റെ കൂലി കളയാണ്. അതിന്റെ കൂലി കളയ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആരെ ഈ പറയേണ്ട ഓരോടൊക്കെ സമാധാനം പറയണം, മറ്റേത് അള്ളാനോട് പറഞ്ഞാൽ മതി. അവിടെയാണ് ഈ വ്യത്യാസം. ഇത് നമ്മൾ ശരിക്ക് ഇതങ്ങനെയല്ല. ഒരു വിഷയത്തെ നമ്മൾ ലഘൂകരിക്കാൻ പാടില്ല. അതൊന്നും പ്രശ്നമില്ലടാന്ന് പറയരുത്, ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം മദ്യപാനം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത്രക്കും വെറുപ്പുള്ളൊരു കാര്യമാണ്. ഖുർആൻ അത്ര കണിശമായി പറഞ്ഞതാണ്. അതിൽ നമ്മൾ പോകാൻ കുടിക്കാൻ പാടില്ലാത്ത കുടിച്ചാൽ ചിലപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കിട്ടും. എത്രയോ ആൾക്കാരുണ്ട് പച്ചവെള്ളം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ തിരുവിൻ്റെ കയറിക്കും. വ്യഭിചാരത്തിന് പോയിട്ട് പിന്നെ മൂത്രമൊഴിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്ന് മൂത്രത്തിന് പൈപ്പിട്ട് കിടക്കുന്നൊരവസ്ഥ, മാരകമായ രോഗങ്ങൾ വരുന്ന അവസ്ഥ ഒക്കെ അല്ലേ പിന്നെ കയറി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരാൾ അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല. പടച്ചോന്റെ അടുത്താണ്. ഞമ്മക്കതിൽ ഇടപെടാനേ അറിയാതല്ല ആ റബ്ബിനായിട്ടുള്ള, അല്ലെ ഇടപെടാനേ പാടില്ല. അപ്പൊ നമ്മള് അങ്ങനത്തെവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്. ആര് ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. എനിക്ക് അനുഭവമാണ്. ഞാൻ ചില കുട്ടികളോടൊക്കെ സംസാരിച്ചിട്ട് അത് ഉസ്താദേ അത് ഇപ്പോൾ പള്ളിയൊക്കെ പോയ ആൾക്കാർ മുഖത്ത് നോക്കുന്ന അറിയുന്നോട് നോയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം? അല്ല, അത് ഒരുമാതിരി നോട്ടേക്കാരം. നല്ലൊരു നോട്ടല്ല അത്. ഒരു സുഖമില്ലാത്ത നോട്ടം നോക്കും. അത് ഞാൻ പറയില്ല, അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് വിഷയമാക്കണ്ട. അങ്ങനെ പിന്നെ ചെറിയ ഉസ്താദ് പറഞ്ഞവർക്ക് ആരെങ്കിലൊക്കെ പറഞ്ഞാൽ നമുക്കിനി കൂലി കൂടുതലായി പറയാൻ വരക്കണ്ടെന്നുള്ളൂ. നമ്മൾ ഉത്തരവാദപ്പെട്ടവർക്കൊക്കെ അങ്ങനെ എന്തൊക്കെ കേൾക്കേണ്ടി വരും. ആരും മുന്നിൽ നിൽക്കുന്നോ ഓൽക്കൊക്കെ അങ്ങനെ കേൾക്കേണ്ടി വരും, അങ്ങനെ കേൾക്കേണ്ടി വരും. പക്ഷേ അവന്താ കൊണ്ടുള്ള മെച്ചെന്താ? നമുക്ക് കൂലി അങ്ങനെ കൂടും. അതാണ് അറിവുള്ളവരോ ഓലെ പറ്റി എന്ന് പറഞ്ഞാൽ ഓലിങ്ങനെ ചിരിച്ചു. ഇയാളെന്താ പൊട്ടനാണ് ബിരുദനാ, ആളാള് വളവനായതുകൊണ്ടാണ്. അത് കാര്യം അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളെ കാര്യം തന്നെ കട്ടപ്പുകയാണ്. കാരണം പടച്ചോനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരാൻ എളുപ്പമുണ്ട്. നമുക്കറിയില്ല, വിധങ്ങൾ പറഞ്ഞെടുക്കണം. 99 ആളെ കൊന്ന ആള് ഒരാൾ ചോദിച്ചാൽ എനിക്ക് നന്നാൻ പറ്റുമോ? ലജ്ജിങ് നന്നാവില്ല, അയാളെയാണ് വന്നു. ആണ് 100 കഴിച്ചു. ഇതിന്റെ വിധങ്ങൾ പറഞ്ഞ കഥയാണ്, പേക്കൂല. അപ്പൊ എന്തറിയോ, ആരും നമ്മള് അവഗണിക്കണ്ട. എങ്ങനെയാണ് മനുഷ്യന്മാര് വരികയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനത് പറയുമ്പോ എല്ലാ തമ്മാടിത്തരും ചെയ്തിരുന്ന അയാളെന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഒരാളെ കൊന്നിട്ടില്ല, ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് പറയും. ആ മനുഷ്യൻ പിന്നോട്ട് നന്നായിട്ടുണ്ടല്ലോ. പരീന്നൊക്കെ വന്തന കുട്ടീനു. അങ്ങനല്ല, എന്നാല് പരീര് വന്തല്ല എന്നല്ല. ഒരു നേരം വെളുത്താ നേരെ ചായ കുടിച്ചാൽ പള്ളിയേക്കണ് വരും. ഉച്ചക്ക് ചോറുന്നാനെന്ന് പോകും. ചോറുന്ന് കഴിഞ്ഞാൽ നേരെ പള്ളിയേക്ക് തന്നെ വരും. ഞമ്മക്കെന്നെ അത്ഭുതപ്പെട്ടു. വേറെ ഒരു പരിപാടിയില്ല. ആ മനുഷ്യൻ വെള്ളിയാഴ്ചയുള്ള മരണം ഉണ്ടല്ലോ, റാഹത്തായ മരണം. അതാണ്. മക്കളൊക്കെ ഉണ്ട്, അയാൾക്കെല്ലാം സുഖമാണ്, മക്കളൊക്കെ ഉണ്ട്, ഭക്ഷണം ഒന്നും പ്രശ്നമില്ല. മൂപ്പര് പള്ളിയിൽ തന്നെ കൂടി. മൂപ്പര് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞാണ്, അതിന് മാത്രം കളിച്ചേക്കണു ഉസ്താദേ ഞാൻ എന്നോട്. ഇനിയിപ്പൊ ഇവിടെ കൂടാണ് ഞാൻ. പക്ഷെ നമ്മൾ എന്ത് കരുതരുത്. പിന്നെ എൻ്റെ നാട്ടിലത്തെ ഒരു പെണ്ണ് എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, വനിതാ ക്ലാസ്സിന് വരണം എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ വന്നാ പിന്നെ അതിനനുസരിച്ച് ജീവിക്കാൻ അടിയുന്നു.
എന്നാൽ പിന്നെ അതിനനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഇപ്പൊ തന്നെ നന്നാനാവില്ല, കുറച്ചുകൂടിയൊക്കെ കഴിയട്ടെ എന്നുള്ള അമ്മാതിരി. അങ്ങനല്ല, നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പൊ എപ്പോഴത് മരിക്കാന്ന്. അപ്പൊ എനിക്കൊരു 90 വയസ്സ് ഉറപ്പാണെങ്കിൽ അങ്ങനെ 89ാമത്തെ വയസ്സിൽ പള്ളിക്കത്തന്നെയാണ് കൂടാന്ന് കരുതിയാൽ മതി. എല്ലാം ഒഴിവാക്കിയാണ്, അറിയില്ലല്ലോ, ഇത് നീട്ടാൻ പാടില്ല എത്രയും പെട്ടെന്ന്. പക്ഷെ അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, ആ സങ്കടവും കാര്യങ്ങളും നമുക്ക് സങ്കടം ഉണ്ടാകണം, ഭയങ്കര ബേജാറ് വേണം, അപ്പൊ തന്നെ പഠിച്ചോൻ പൊറുക്കുക. ഏതുപോലെ ചെറിയ കുട്ടികൾ മരിച്ചവർക്ക് അള്ളാഹു തആല ബൈത്തുൽ ഹംദ് എന്നൊരു വീട് കൊടുക്കുന്നതാണ്. ആർക്കാണത്? ക്ഷമന്റെ അങ്ങേ തലാണ് എത്തണം. നല്ലോണം. ഇപ്പോ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഖുർആൻ സ്നേഹം അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നപ്പോൾ ഭാര്യ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ ചെന്നപ്പോൾ പറഞ്ഞു പ്രസവിച്ചു, പക്ഷെ കുട്ടി മരിച്ചു. എന്റെ പെണ്ണുങ്ങൾക്ക് ക്ഷമക്ക് വേണ്ടി ഇത് വരക്കിട്ടോ ആ ഉസ്താദിനോട് പറഞ്ഞു. ആദ്യത്തെ കുട്ടിയാണ്, പരീക്ഷണമാണ്, അള്ളാന്റെ പരീക്ഷണമാണ്. അപ്പൊ ആ നല്ല സങ്കടം വേണം, എന്നിട്ട് കിട്ട് ഒതുക്കാൻ കഴിയണം. അപ്പോഴാണ് ആ ബൈത്തുൽ ഹംദ് കിട്ടുക. എന്നതുപോലെ തന്നെ നമ്മളടുത്തുനിന്ന് വന്നതിൽ നല്ല കുറ്റബോധവും കാര്യങ്ങളും വേണം. നമ്മൾ കഴിച്ചിലാവും വേഗം എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി നമ്മളോട് ബന്ധപ്പെട്ട ആളുകളെ ഇതൊക്കെ ഉണർത്തിയിട്ട് നല്ല റാഹത്തുള്ളൊരു ജീവിതം. വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ഓലെന്ത് പറയും പറ്റും, ആര് പറഞ്ഞോട്ടെ, നമുക്കെന്താ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട. അതാണ് ഈ ആയത്ത് നൽകുന്ന സന്ദേശം. അക്രമത്തിന്റെ ശേഷം ഒരാൾ, അതായത് തെറ്റിന്റെ ശേഷം ഒരാൾ തൗബ ചെയ്താൽ, വഅസ്ലഹ എന്ന് മാത്രമല്ല അവൻ നന്മ ചെയ്തു, സുഹൃതം ചെയ്തു, ഫഇന്നല്ലാഹ യതൂബു അലൈഹി അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം തീർച്ചയായിട്ടും അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. തിരുത്തിയില്ലെങ്കിലാണ് പ്രശ്നം. ഇപ്പൊ ഈ വിഷയം അല്ലാഹു പറയേണ്ടത് ഈ സാമ്പത്തിക വിഷയം പറഞ്ഞിട്ടാണ്. കാരണം അതിലാണ് മനുഷ്യന് പെട്ടെന്ന് പെടുക എന്നുള്ളതുകൊണ്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ ഒരു കൂട്ടർക്ക് തൗബക്ക് അവസരം കൊടുക്കാതെ പഠിച്ച കൊന്നൊരു ടീമുണ്ട്. അതാരാ? അതാണ് അസ്ഹാബുൽ ഐക്ക. അസ്ഹാബുൽ ഐക്ക എന്ന് പറഞ്ഞൊരു കൂട്ടുണ്ട്. ഐക്കത്ത് പറഞ്ഞാൽ മരക്കാവ് എന്നാണ്. മരക്കാവിനെ ആരാധിച്ചവരായിരുന്നു അവർ. ഓരോ പ്രത്യേകത എന്താ വെച്ചാല് ഓർക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഹക്കും ബാത്തിലും നോക്കൂല, എങ്ങനെയും പണം ഉണ്ടാക്കാം ഏത് രൂപത്തിൽ. വാപ്പ മകനെ പറ്റിക്കുന്നു, നേരെ തിരിച്ച്. അയൽവാസികൾ പരസ്പരം, സുഹൃത്തുക്കൾ പരസ്പരം, അളത്തത്തിലും തൂക്കത്തിലും വലിയ കൃത്രിമം. ഇവരെയാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നന്നാക്കാൻ ശ്രമിച്ചത്. നന്നായില്ല. അവസാനം ഷുഐബ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ ആദ് സമൂഹത്തെ മഴക്കാരന് വന്നിട്ട് അതിന് കൊടുങ്കാറ്റ വന്നത്. അപ്പൊ ഇവര് കളിയാക്കി പറയാണ്, എന്നാ ഞങ്ങക്ക് കൊടുങ്കാറ്റല്ല, ആകാശത്തിന്റെ ഒരു കഷ്ണം വീടുത്തുകാർ. ഷുഐബ് നബി പറഞ്ഞു, അതൊന്നും എന്റെ അധീനതയിൽപ്പെട്ട എല്ലാ റബ്ബാണൊക്കെ ചെയ്യാറ്. അവസാനം എന്താ കൊടുത്തത്? ഈ സാമ്പത്തിക കുറ്റകൃത്യം നടത്തുന്ന അവര് പശ്ചാത്തപിക്കാനോ മടങ്ങാനോ തയ്യാറായില്ല. അല്ലാഹു തആല ചൂട് കൊടുത്തു. ചൂട് എന്ന് പറഞ്ഞാൽ പേറ്റൻ ചൂട്. അങ്ങനെ ഒരാൾക്കും വീട്ടിന്റെ ഉള്ളിൽ താമസിക്കാൻ കഴിഞ്ഞില്ല. പെണ്ണുങ്ങളും കുട്ടികളും അടക്കം എല്ലാവരും പുറത്തിറങ്ങി. 7 ദിവസം കഠിനമായ ചൂട്, വെള്ളമില്ല, മഴയില്ല, ചെറിയൊരു കാറ്റ് പോലും ഇല്ല. അപ്പൊ ഇവരെന്താ അറിയാം, ഒരു ചെറിയ കാറ്റെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് വിജനമായ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ 7ാമത്തെ ദിവസം ഒന്നായിട്ടൊരു മേഘം, യൗമുല്ല എന്നാ ഖുർആനിനെ പറ്റി പറഞ്ഞത്, മേഘത്തണലിന്റെ ദിനം. മേഘൊന്നായിട്ട് വന്നു, അന്ന് തണലിട്ട പോലെ. അപ്പൊ ഭയങ്കര സന്തോഷം. അതന്നെ ആദ്യ സമൂഹത്തിന് വന്നത്. മഴ മുടക്കിയിട്ട് പിന്നെ മഴക്കാരന് വന്നപ്പോ ആഹ്ലാദിച്ചു. കാറ്റാ വന്നത്. ഇവർക്കോ അഗ്നിവർഷം, കാറ്റല്ല. ഇവര് ചോദിച്ചെന്താ, ആകാശത്തിന്റെ ഒരു കഷ്ണം വീഴട്ടെ എന്നാ. പക്ഷെ വീണത് തീയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ, ഷുഐബ് നബിയുടെ ജനതയെ, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെയും വിശ്വാസികളായ കുറച്ചാളുകൾ ഒഴികെ എല്ലാവരെയാണ് നശിപ്പിച്ചു അല്ലാഹു. അത് പ്രധാനമായിട്ട് ഓല പ്രശ്നം അതായിരുന്നു. അവർക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ, അത് കഠിനമായ ആ ശിക്ഷ ആ സമയത്ത് തന്നെ കൊടുത്തു. അങ്ങനെ ചില ശിക്ഷകൾ കൊടുത്ത ചൊവ്വാഴ്ച. അതാണ് ഈ ചൊവ്വാഴ്ചന് ചിലർക്കൊരു പേടി വരാൻ കാരണം. ചൊവ്വാഴ്ച, ശനിയാഴ്ച, ബുധനാഴ്ച, ഈ 3 ദിവസങ്ങളിലാണ് അദാബുകൾ വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ പലപ്പോഴും അതാണ് ഒഴിവാക്കട്ടോ എന്ന് പറയാൻ കാരണം. അതാണ്
നന്മ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയൊക്കെ വന്നതാണല്ലോ എന്നുള്ള. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുന്നവർ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നോക്കേണ്ടിയിരുന്നു മാത്രം. അതിന് മാത്രം നോക്കിയിട്ട് പിന്നെ ആറാൻ വേണ്ട അവസ്ഥ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും ഈ സാമ്പത്തിക കുറ്റകൃത്യം വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കൈ മുറിക്കുന്നതും അതിന്റെ മുമ്പ് കൊള്ളയടിക്കുന്നവർക്കുള്ള ശിക്ഷ ഒക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അപ്പൊ ഇവിടെ തൗബയെ പറ്റിയാണ് പറഞ്ഞത്. ഇത് നമ്മൾ എല്ലാവരും ഒന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, മനസ്സിരുത്തി ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും റബ്ബിനോടാണ് പറയാ. നല്ല സമയം നോക്കിയാണ് ഇരുന്നാൽ മതി. എന്നിട്ടാണ് പറഞ്ഞാല് ആരും അറിയണ്ട, ആരും അറിയാൻ വേണ്ടിയല്ല. അത്ര നമ്മൾ മനസ്സ് തട്ടിയിട്ട് ചെയ്യാം. പിന്നെ വേറെയുള്ളവര് പറയേണ്ട മറ്റൊന്നും എന്തായിരുന്നല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കുക. കാരണം ഞാനിങ്ങനെ ആലോചിക്കും, ഇന്നലെ മരിച്ചത് ആലോചിച്ചപ്പോൾ നമുക്ക് എന്നത് നമ്മളെന്നും പറയാനുള്ളവരും കേൾക്കാനുള്ളവരും ആവൂലല്ലോ. നമുക്കൊരു സമയം വരുന്നുണ്ടല്ലേ. ഇന്നലെ ഇപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പോഴേ ആ കിടക്കുന്നത് കണ്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ വലിയ വീടും സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ എത്ര പെട്ടെന്നാണ് മനുഷ്യന് വഴിമാറുന്നത്. മകൻ പടുത്ത് ഗൾഫ് പോയിട്ടുള്ളൂ, ഇന്നിപ്പോൾ വരുന്നുണ്ടാവും. ആലോചിച്ചു. ഇപ്പം അയാൾ ഖബറിലായിട്ടുണ്ടാവും. 9:30 നിസ്കാരം പറഞ്ഞു, 10:15. എത്ര പെട്ടെന്നാണ് നമ്മളിലെ ഇവിടെ ഒരു വീടുണ്ടാക്കണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കുകയാണ്. ഒരു വീടിന്റെ പ്ലാൻ തയ്യാറാകാൻ തന്നെ ഗൾഫിൽ നിന്ന് വന്ന് പ്ലാൻ തയ്യാറാകാതെ ഗൾഫിൽ തന്നെ പോയി പിന്നെ വന്ന് ഏത് എഞ്ചിനീയർമാരുണ്ടാക്കിയാലും മോഡൽ പോരാറിന് മടങ്ങുന്ന എത്ര സംഭവങ്ങളുണ്ട്. എന്നാലും ഇരിക്കാൻ കൂടെ ഉണ്ടാക്കിയിട്ട് എന്നാൽ മരിച്ചു എന്ന് വിവരം കിട്ടിയാലോ കുയ്യനാണ് വിളിച്ചു പറഞ്ഞാൽ അയാൾ ഓടി വരുന്നു. ഒരു ഹെൽപ്പർ പോലെ രണ്ടാളും കൂടി വന്നു. കുയ്യ അവിടെ കുത്തിയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ പാമ്പുണ്ടാവും, തേളുണ്ടാവും, ചിലപ്പോൾ നായ്ക്കാട്ടുണ്ടാവും, പന്നി നിരങ്ങിയിട്ടുണ്ടാവും. ആ സ്ഥലമാണ് നമുക്ക് പെട്ടെന്ന് മാന്തി ലെവലാക്കിയിട്ട് എത്ര പെട്ടെന്നാണ്. ചിലപ്പോൾ രാത്രിയാണ് മറയുണ്ടെങ്കിൽ ചെറിയൊരു വെട്ടം. അതിങ്ങനെ ആലോചിച്ചാൽ നമ്മളൊക്കെ തെറ്റ് തിരുത്തൂലേ. നിസ്കാരം തുടങ്ങൂലേ നിസ്കരിക്കാത്തവന്. ആലോചിച്ച് നോക്കിയാലാണ് വെച്ചാൽ മൂടലൊക്കെ വെച്ച് ജീവൻ വെച്ചാൽ പോലും തിരിച്ചു പോരാൻ കഴിയാത്ത രൂപത്തിലാക്കി എല്ലാവരും മണ്ണിട്ട് പിന്നുണ്ട് ലാസ്റ്റ് ഇയാൾക്കൊരു ചവിട്ടിക്കൂട്ടൽ. അല്ല, എന്തിനാത് വാസന പുറത്തേക്കണ് വരെ എടുത്ത് അങ്ങനെ ആക്കിയിട്ട് എല്ലാവരും പോകും. വലിയ ഇഷ്ടപ്പെട്ട മക്കളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചേരം കൂടി അതിൻ്റെ ദ്വായൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചുറ്റും പറ്റി നിൽക്കും. ഈ ദ്വായൊക്കെ ശരിക്കും നബി തങ്ങൾ പറഞ്ഞ തസ്ബീത്താട്ടോ. അതുകൂടി മനസ്സിലാക്കണം. അന്ന് നമ്മൾ ഒഴിവാക്കരുത്. തസ്ബീത്ത് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി ദ്വാരക്കാണല്ലോ. നമ്മുടെ നാട്ടിലേന് യഥാർത്ഥ രൂപത്തിലല്ല ഈ കീഴടക്കൽ സംശയം. ഇത് കുഴപ്പമില്ല, എങ്ങനെയാവാം. എന്നാലും യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത് തുടങ്ങേണ്ടത്. പക്ഷെ നമ്മൾ തസ്ബീത്ത് മണ്ണിടുമ്പോൾ തന്നെ അങ്ങനെ ചൊല്ലിക്കൊണ്ട് കേൾക്കാം, കുഴപ്പമില്ല. ആ ദ്വായൊക്കെ ശരിക്ക് അയ്യപ്പെട്ട തന്നെയാണ്. അപ്പോൾ കാരണം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്നുള്ള നിബിധങ്ങൾ ആ വാചകം തന്നെ നബി പഠിപ്പിച്ചല്ല, ഏതും ആകാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ നമ്മളെ അവസ്ഥ നോക്കി ആൾക്കാരൊക്കെ പോകുമല്ലോ. പിന്നെ നമ്മൾ ഒറ്റക്കല്ല. നമ്മളെന്താ പറയാ, പാവട്ടോ അവൻ്റെ പെണ്ണുങ്ങൾ പാവോളം ഒറ്റക്കായി ഇല്ല. അവർക്ക് ആളുണ്ട് വരയില്, അവരെ സഹായിക്കാൻ ആളുകളുണ്ടാവും. ഓരൊക്കെ മെല്ലെ മെല്ലെ ചിരിക്കും കളിയിക്കും അടങ്ങും. കടക്കേണ്ട ആളാ ഒറ്റക്ക്. പക്ഷെ അയാൾ ഒറ്റക്കാകാതിരിക്കാൻ അയാൾക്ക് വേണ്ടാണ് ഏത് അമലുകൾ. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെ അമലുകൾ നമുക്കൊരു കൂട്ടുകാരുണ്ടായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഖബർ സിയാറത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടത്തിയാണ്ടല്ലോ മനസ്സിന് ഭയങ്കര പരിവർത്തനം വരും. അതിനെ ആലോചിക്കുമ്പോൾ ഒരു വൃത്തം കിട്ടൂല. എന്ത് പഠിച്ചാൽ നമ്മളെ ജീവിതം എല്ലാവർക്കും പോകണല്ലോ. നമ്മൾ ഇവിടുന്ന് ദുന്യാവിൽ നമുക്ക് എന്തുണ്ടായാലും സഹായിക്കാൻ ആളുകളുണ്ട് അല്ലേ. കൊറ്റി പറഞ്ഞൊരു പിന്നെ ഈ പട്ടികജാതിയിൽപ്പെട്ടൊരു സഹോദരി ഉണ്ട്. ആ സഹോദരി എന്നല്ല ഒരാളെൻ്റെ അടുത്തേക്ക് പറഞ്ഞേച്ചു മിനിഞ്ഞാണ്. അപ്പം അതിന് കിണ്ണി വഹിക്കണം. അപ്പം അതിന് എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം. അപ്പം അയലോകത്തുള്ളൊരു സഹോദരൻ പറഞ്ഞിങ്ങനെ ഞാൻ പോയി പറഞ്ഞോളാം, മൂപ്പര് നിങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ എന്നാണ്. എന്നിട്ട് ഞാൻ പോയി ഇന്നലെ അവിടെ പോയി ഒരാളെയും കൂടി കൂട്ടിയിട്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് മതസൗഹാർദ്ദം ഉണ്ടാകും. അവർക്ക് കുറച്ച് സഹായങ്ങൾ കിട്ടണം സാമ്പത്തികമായിട്ട്. നമുക്കതിനുള്ള ഫണ്ടുണ്ട്, നമുക്കതിനും കൂലിയുണ്ട്. ഏത് ആ കാര്യത്തിന് നമുക്ക് കൂലിയുണ്ട്. നമ്മളെ ചിലർ പറയല്ലോ ജിഹാദ് എന്നൊക്കെ, അതും ജിഹാദാണ്. നമ്മളെ ജിഹാദാണ് ഒക്കെ ജിഹാദാണ്. അങ്ങനെ ആലോചിക്കറബേ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ ഈ രോഗങ്ങൾ കാര്യങ്ങൾ ഒക്കെ വേട്ടയാടപ്പെടുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതിപ്പോൾ നമ്മളെ മതത്തിന്റെ പുറത്തുള്ളവരാണെങ്കിലും അവർക്കിപ്പോൾ വേണ്ട ചികിത്സക്കുള്ള കാശാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഡയാലിസ് ചെയ്യണം.
അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയാനുണ്ട്. ഇവിടെ അതൊക്കെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാളെങ്കിൽ ഒരാളുണ്ടാവും അല്ലേ, നല്ല മനസ്സിൻ്റെ ഉടമകളെ നമുക്കുണ്ടാവും. എന്നാൽ നമ്മൾ ഖബർ കിടക്കുമ്പോൾ ആലോചിച്ച് നോക്കിങ്ങൾ, ഇത് അറിയണില്ലല്ലോ പുറത്തേക്ക് ബുദ്ധിമുട്ട്. നമുക്ക് അതിലൊക്കെ വിശ്വാസം കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിന്റെ തീവ്രത പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണില്ലല്ലോ. അതുകൊണ്ടാണ് പള്ളിക്കെന്ന് ഒച്ചപ്പാട് ചുമഴക്ക് വന്നിട്ട് മാളിന്റെ മുകളിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാകാൻ കാരണം എന്താ? അതിന്റെ ചുറ്റുഭാഗത്ത് നടക്കേണ്ട കാര്യം അറിയാത്തതുകൊണ്ടല്ലേ, ആ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ. ഒരു ലോക്കപ്പിൽ നടക്കുന്ന ആലോചിച്ച പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ വേജാറുണ്ടാവും. അതും കൂടി ഇല്ലാത്ത എന്താ? അതാണ് അള്ളാഹ് അദൃശ്യമാക്കി വെച്ചാണ്. ഇങ്ങോട്ടേന് വിശ്വാസം ഉണ്ടാകണം, ഇങ്ങോട്ടേനെ പേടിക്കണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ അതിന് കരഞ്ഞു. ഓൽക്കൊന്നും കരണ്ട ആവശ്യമില്ല. സ്വർഗത്തിലുള്ളത് ഉറപ്പണ കൊടുത്തത് മൂന്നാമത്തെ നായകനാണ്. എന്നിട്ട് പോലും ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാല് തൗബയൊക്കെ സ്വാഭാവികമായിട്ട് വരും. ഒരൊറ്റ ആയത്ത് കൂടി, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് യുഅദ്ദിബു മൻ യശാ വയഗ്ഫിറു ലിമൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അലം തഅലം, നീ അറിയുന്നില്ലേ? അന്നല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു, ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനിക്കാണ്. യുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിച്ചവനെ അവൻ ശിക്ഷിക്കും. വയഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ആദ്യം പറഞ്ഞത് ആകാശങ്ങൾ അതുപോലെ തന്നെ ഭൂമി, അതിന്റെ ആധിപത്യം അല്ലാഹ്ക്കാണ് എന്നുള്ള വിഷയം അറിയണില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പിന്നെ സൂറത്തുൻ നൂറിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനിക്കാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് ചിന്തിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, 2 കാലിൽ നടക്കുന്നവർ, 4 കാലിൽ നടക്കുന്നവർ, 8, അതുപോലെ തന്നെ ഉദരത്തിന്റെ മേലിൽ നടക്കുന്നവർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ തഫ്സീർ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇനി ഇന്നത്തെ പഠനങ്ങൾ കൂടി ഒന്ന്, അതായത് പിന്നെ ഇപ്പോ ഓരോ ജീവികളെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാഹ് പറയാ, ഉദരത്തിന്റെ മേലിൽ നടക്കുന്നതിലേക്ക് ചിന്തിക്കാൻ പറയുമ്പോൾ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കണില്ലല്ലോ. ഇപ്പൊ നോക്കൂ, നമ്മൾ പിന്നെ വസ്ത്രമൊന്നും ധരിക്കാതെ ഇങ്ങനെ പള്ള നിലത്തിട്ടിട്ട് നല്ല കാർപ്പറ്റിലൂടെ ഇവിടുന്ന് അങ്ങേ തലക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 വട്ടം നടന്നാൽ തന്നെ ചിലപ്പോൾ തോരുവോ? നമ്മളെ കൊണ്ട് കഴിയൂല. എന്നാൽ ഒരൊറ്റ കാലുമില്ലാതെ വയറിട്ട് നീന്തുകയാണ്, നടക്കുകയാണ് പാമ്പുകൾ. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചോ. ഇപ്പൊ നമുക്കൊക്കെ മസ്തിഷ്കം വളരെ പ്രധാനമാണ്. അത് തലയിലാണ് അല്ലാഹു നൽകിയ. അത് പോയ മനുഷ്യന്റെ ജീവൻ പോയി, കഴിഞ്ഞ കാര്യം. തലയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ തലല്ലാതെ ജീവിക്കുന്ന ചില ജീവികളുണ്ട്, ചെറിയ ജീവികൾ. അവർക്ക് അല്ലാഹു തആല 2 എണ്ണം കൊടുത്തിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. തലക്കകത്തും കൊടുത്തിട്ടുണ്ട്, ഉദരത്തിനും കൊടുത്തിട്ടുണ്ട്. തല പോയിട്ടും പിന്നെയും ജീവനോട് കൂടെ പോവാണ്. ഓരോരോ ജീവികൾക്ക് അല്ലാഹു തആല കൊടുത്തത് കരടിന്റെ അതേ മോഡലുണ്ട് കടലിന്റെ അടിയിൽ. ചിലത് വളരെ ചെറുതാണെങ്കിലും പക്ഷെ മരുഭൂമിയിലും അവർക്ക് ജീവിക്കാം. നമ്മൾ ഓരോന്നിനെ പറ്റി ഗവേഷണം നടത്തി കഴിഞ്ഞാൽ തീരൂല. ഒറ്റടിക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാ? അല്ലാഹുവാണ്. അവനിക്ക് കഴിയാത്തതായിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് അല്ലാഹു തആല പറയാണ്. അപ്പൊ ഇവിടെ അല്ലാഹു ഇതൊക്കെ എന്തിനാ പറയുന്ന വെച്ചാല്, ഇപ്പൊ നമ്മൾ സാമ്പത്തിക തട്ടിപ്പ്, ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കൈമുറിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് പറയാണ്, അള്ളാന്റെ അടുത്താണ് ആകാശഭൂമികളുടെ ആധിപത്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ വെറുതെ സാമ്പത്തിക ലാഭത്തിനോ മറ്റോ വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കണ്ട, കക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. പടച്ചോൻ കരുതിയോൽക്കേ കൊടുക്കുള്ളൂ. നമ്മളെ ക്ലാസ്സിൽ എൻ്റെ ഒരു സഹോദരൻ ഒരു അനുഭവം പറഞ്ഞു. ഒക്കെ വല്ലാത്ത നമ്മൾ ഹൃദയസ്പർശിയായി തന്നില്ലേ. ഇവിടുന്ന് ഒരാൾ വണ്ടി വിളിക്കുകയാണ്, ടാക്സി. ഭാര്യ പ്രസവിച്ചെടുക്കുന്നുണ്ട് എവിടെ? മൗലാനിയിൽ കണ്ടുണ്ട്. ഷുഹൈബാക്കവിടെ ഉണ്ട്. ആ രംഗം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു. എന്നെ വിഷമമായി കേട്ടപ്പോൾ. മൗലാനിയിൽ പെണ്ണുങ്ങൾ പ്രസവിച്ചെടുക്കുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വിളിച്ചുകൊണ്ടുപോയി. കള്ളനാണ് ആള്. ചോ പോകണ്ടേ, ടാക്സി വിളിച്ച് പോവുകയാണ് അവൻ്റെ അടുത്ത പരിപാടിക്ക്.
അവിടെ കൊണ്ടുപോയി നിർത്തി, മൂപ്പരവിടെ നിർത്തിയാണ്ടോ എന്താ വരാനാണ്. പിന്നെ വന്നിട്ട് പറയാണ് ഡിസ്ചാർജ് ബില്ല് കുറച്ച് കൂടുതലാണ്, കുറച്ച് കാശുണ്ടാവും, മുഴുവൻ എടുത്തിട്ടില്ല. കൊണ്ടുപോയതും പോരാ, പിന്നെ അവനെ കാണാനില്ല. അവനെ പിടിച്ചു പോലീസുകാർ. ഇവര് ചോദിച്ച പോലെ 2 പൊട്ടിച്ചട്ടേന്ന്. ഇവിടുന്ന് പൊട്ടിക്കണ്ട, ഇവിടുന്ന് പുറത്ത് പോയി പൊട്ടിച്ചോണ്ടിയായിരുന്നു. എമ്മാതിരിയുള്ള ആളുകൾ ഒന്നിനും മടിക്കൂല. ഇപ്പൊ വേറൊരു കച്ചവടക്കാരൻ്റെ ഒരു അവസ്ഥ വന്നു. ഒരാളെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഫ്രൂട്ട്സിന്റെ കച്ചവടക്കാരൻ. അപ്പൊ ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞെന്ന് വെച്ചാല് ഒരു ചെറുപ്പക്കാരൻ ചെക്കന് 800 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ അയാൾ ഭയങ്കര സന്തോഷം. ഇതൊക്കെ പാടെ വാങ്ങിയപ്പോ നല്ല ആപ്പിൾ ഇതൊക്കെ ഇവിടെ വാങ്ങിക്കണ്ടേ, ഒക്കെ വാങ്ങി ലെവലാക്കി പെട്ടെന്ന് പൈസ കൊടുക്കാതെ വാങ്ങി. അയാൾ അന്ന് മൊത്തം വെയിലുണ്ട് ഇരുന്നൊരു ഗുഡ്സുമില് സാധനം വെച്ച് ഇരുന്നതാണ് കൊണ്ടുപോയത്. അയാൾ പറഞ്ഞു എന്ത് ഏതായാലും ഓനാണ് തിന്നട്ടോ, ഓൻ തിന്നാൻ പെരിയിൽ എത്തിക്കണാവോ ഉള്ളാവോ കുട്ടിപ്പാടി എവിടെയല്ലേ. അമ്മാതിരി കടുപ്പല്ലേ ആ കാട്ടിൽ. ആൾക്കാരൊന്നിനും മടിക്കൂല. ഇതുകൊണ്ടൊക്കെ നേടുന്ന അവര് വിചാരിക്കണ്ടേ, എവിടെ പെരുമ്പാടിയല്ലേ അള്ളാഹു തല കൊടുക്കുക. അതൊക്കെ മനസ്സിലാക്കാനായി നമ്മൾ ഈ ആയത്തുകളൊക്കെ ഒരു ആയത്തിന്റെ ശേഷം മറ്റൊരു ആയത്ത് കൊടുക്കുമ്പോ നമുക്ക് തോന്നുന്നത് ബന്ധല്ലേ. ഇത് നമ്മൾ അതിന്റെ തഫ്സീറുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാലാണ് നമ്മളാരും ബേജാറേണ്ട. ആധിപത്യം മുഴുവനും അള്ളാന്റെ അടുത്താണ്. റബ്ബ് വിചാരിച്ചതേ കിട്ടുള്ളൂ, അല്ലാത്തൊക്കെ പോകാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വഞ്ചനയോ കാര്യങ്ങളോ വരരുത് എന്ന് അറിയിക്കാനാണ് അവിടെ അതങ്ങനെ കൊടുത്തത്. ഇനി അള്ള പറയണം, ഓ ഉദ്ദേശിച്ചോലെ ഓൻ ശിക്ഷിക്കും, ഉദ്ദേശിച്ചോൽക്ക് ഓൻ പുറത്തിറക്കും. അതങ്ങനെ പറയാൻ കാരണം ഈ കയ്യൊക്കെ മുറിക്കുന്നുണ്ടല്ലോ, ഇവരും തൗബ ചെയ്യണം. ഇപ്പൊ മോഷണത്തിന്റെ പേരിൽ ഒരാളെ കൈവെട്ടിയാല് ഓനൊരു വാശി, അതിൽ ഞാൻ തൗബ ചെയ്യൂല. എന്തിനാ തൗബ? കട്ടിന്റെ ശിക്ഷ ഇവിടെ തന്നെ കിട്ടിയില്ലേ, അത് പറയാൻ പറ്റില്ല. അത് അങ്ങനെ വാശി പിടിച്ചാൽ അത് പ്രശ്നമാവും. തൗബ ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പൊ ഉദ്ദേശിച്ചവർക്ക് പുറത്തെടുക്കും, അല്ലാത്തൊരാൾ ഓൻ ശിക്ഷിക്കും. ഓൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമത്തി മാ തുഖബ്ബില മിൻഹും. തീർച്ചയായിട്ടും സത്യനിഷേധികൾ ഭൂമിയിലുള്ളത് മുഴുവനും തത്തുല്യമായത് അത്രയും തനിക്കുണ്ടെങ്കിൽ അത് ദണ്ഡമായി നൽകി, പ്രാശ്ചിത്തമായി നൽകി ഖിയാമത്ത് നാളിലെ ആ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കും. പക്ഷേ മാ തുഖബ്ബില മിൻഹും സ്വീകരിക്കപ്പെടില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ, നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഉദ്ദേശിക്കും. വമാ ഹും ബിഖാരിജീന മിൻഹാ, പക്ഷെ ഒരിക്കലും അവർക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. വലഹും അദാബും മുഖീം, അവർക്ക് നിത്യമായ അദാബുണ്ട്. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഊ ഐദിയഹുമാ, മോഷണം നടത്തിയ സ്ത്രീ പുരുഷന്മാർ നിങ്ങൾ അവരുടെ കൈകൾ മുറിക്കണം. ജസാഅം ബിമാ കസബാ, അവർ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രതിഫലമാണത്. നകാലം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയാണത്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അജയ്യനും അഗാധജ്ഞാനിയുമാണ്, തത്വജ്ഞാനിയുമാണ്. ഫമൻ താബ മിൻ ബഅദി ളുൽമി, ഒരുത്തൻ തന്റെ ളുൽമിന്റെ ശേഷം, അക്രമത്തിന് ശേഷം പശ്ചാത്തപിച്ചു മടങ്ങിയാൽ, വ അസ്ലഹ, അവൻ നന്മകൾ ചെയ്യുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ യതൂബു അലൈഹി, അല്ലാഹു തആല അവന്റെ തൗബ സ്വീകരിക്കും, സ്വീകരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, നീ അറിയുന്നില്ലേ? അലം തഅലം അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു
ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനിക്കാണ്. യുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ ശിക്ഷിക്കും. വയഗ്ഫിറു ലിമൻ യശാ, ഉദ്ദേശിച്ചവരോട് അവൻ പൊറുക്കും. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സർവകാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم. يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم. ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير. صدق الله العلي العظيم.